പ്രൈസ് ദി ലോർഡ്. ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, എല്ലാവരും കർത്താവിലെ സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കർത്താവ് ഓരോ പ്രിയപ്പെട്ടവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് തൻ്റെ ജീവിതത്തിലെ അനുഭവത്തെ ഷെയർ ചെയ്യേണ്ടതിന് UK നിന്ന് കടന്നു വന്നിരിക്കുന്നത്. ആ പ്രിയ കർത്താവിൻ്റെ ദാസിയെ വളരെയധികം സ്നേഹത്തോട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. എന്തുകൊണ്ട് വിശേഷങ്ങളൊക്കെ? കൃപയാൽ സന്തോഷമായിരിക്കുന്നു സിസ്റ്ററെ. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട് UK ഒരു വലിയ ഉണർവിലോട്ടൊക്കെ പോകുന്നു. അനേക ദൈവമക്കൾ അവിടെ പാർക്കുന്നുണ്ടല്ലോ. UK ഒരു വലിയൊരു ഉണർവ് ഉണ്ടാകട്ടെ, ആത്മീയ ഉണർവ് ഉണ്ടാകട്ടെ ജീവിതങ്ങൾ. ഞാൻ ചിലപ്പോൾ കേട്ടിട്ടുണ്ട് UK ഒത്തിരി പള്ളികളൊക്കെ അടച്ചിട്ടേക്കുന്നു എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ശരിയാണോ നമുക്കറിയത്തില്ല, എങ്കിലും അതെ, കഴിഞ്ഞ നാളുകളിൽ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ഇപ്പം ദൈവാനുഗ്രഹിച്ചൊരു ഉണർവിന്റെ ആത്മീയമാരി പെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളും പ്രാർത്ഥിക്കുന്നു എല്ലാ ദിവസവും. ഓക്കെ, കർത്താവ് വലിയൊരു ഉണർവ് അയക്കട്ടെ. അനേക ജീവിതങ്ങൾ വിടുവിക്കപ്പെടുവാനിടയായി തീരട്ടെ. ഓക്കെ സിസ്റ്ററെ, കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണേ പിതാവേ. ഹല്ലേലൂയ. അങ്ങയുടെ ദാസിയെ ദൈവവരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ സംസാരിപ്പാനുള്ള കൃപ നിന്റെ ദാസിക്ക് കൊടുക്കുമാറാകണമേ. ഈ സാക്ഷ്യത്തിലൂടെ അനേകരെ കർത്താവിനെ അറിയുവാനും കർത്താവിന്റെ നാമം ഈ സാക്ഷ്യത്തിലൂടെ ഉയർത്തപ്പെടുവാനും കർത്താവ് സഹായിക്കണം. ഞങ്ങളുടെ കർത്താവ് ജീവിക്കുന്ന ദൈവമാണെന്ന് മനസ്സിലാക്കുവാന് കർത്താവെ ഞങ്ങളുടെ ഓരോ സാക്ഷ്യങ്ങളിലൂടെയും കർത്താവ് ഇടയാക്കുന്നതിനാൽ നന്ദി കർത്താവെ, സ്തോത്രം. കർത്താവിന്റെ സന്നിധി ഞങ്ങൾ അല്പസമയം ഇരിക്കട്ടെ. ഞങ്ങളുടെ സാന്നിധ്യമുള്ള ഇരുത്തിയാട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. സിസ്റ്റർ UK പറഞ്ഞു. എവിടെയാണ് UK? ഞങ്ങള് UK ആഷ്ഫോർഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞങ്ങള്, എൻ്റെ ഹസ്ബൻഡ് ഉണ്ട്, പിന്നെ എനിക്ക് 2 മക്കളാണ്. മൂത്തത് മോളാണ്. മോള് മാരേജ് ആയി ഇപ്പൊ വെയിൽസ് എന്ന് പറയുന്ന സ്ഥലത്ത് അവര് കുടുംബമായി താമസിക്കുന്നു. മോൻ എന്നോടൊപ്പം ഉണ്ട്, വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നു. ഓക്കെ, കർത്താവ് നിങ്ങളെ അവിടെ സഹായിക്കട്ടെ. ഇനി ഞാൻ ഉള്ള സമയം സിസ്റ്റിന് നൽകി തരികയാണ്. ജീവിതത്തിന്റെ അനുഭവം സിസ്റ്റിന് ഷെയർ ചെയ്യാവുന്നതാണ്. ബാല്യകാലം മുതലുള്ള എല്ലാ കാര്യങ്ങളും സിസ്റ്റിന് ഷെയർ ചെയ്യാം. കർത്താവ് സഹായിക്കട്ടെ. ഓക്കെ, താങ്ക് യു സിസ്റ്റർ. താങ്ക് യു. ആമേൻ. സ്തോത്രം സ്തോത്രം. എന്നെ ഈ ജോയ്സ് ടി വിയിലേക്ക് ആദ്യമായിട്ട് ക്ഷണിച്ച പ്രിയപ്പെട്ട ദേവദാസിക്ക്, അതുപോലെ ഇതിന്റെ പ്രവർത്തനത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹത്തെ അറിയിക്കുന്നു. നിങ്ങൾ ചെയ്തു വരുന്ന വലിയ പ്രവൃത്തി കർത്താവിന്റെ സന്നിധാനത്തിൽ അത് പ്രയോജനമാകട്ടെ. അനേകർക്ക് ആത്മീക വർധനവിന്, അതുപോലെ അനേകർ നമ്മുടെ രക്ഷിതാവായ കർത്താവിനെ കണ്ടുമുട്ടി അവർ ദൈവത്തെങ്കിലേക്ക് കടന്നു വരുവാന് ഒരു വലിയ പ്രവർത്തനം ദൈവം നിങ്ങളെ വരമേൽപ്പിച്ചിരിക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാല് ഞാനിന്ന് പറയാൻ പോകുന്ന ദൈവം എന്നെ നടത്തിയ വിധങ്ങൾ. ആമേൻ. എൻ്റെ ജീവിതത്തിൽ ദൈവം ഇത്രത്തോളം വലിയ അത്ഭുതവും അതിശയകരമായി നടത്തിയ വിധങ്ങളെ ഞാൻ ഈ സാക്ഷ്യത്തിലൂടെ പറയുമ്പോൾ അത് കേൾക്കുന്ന അനേകർക്ക് ഒരു അനുഗ്രഹവും ഒരു വിടുതലും വിശ്വാസത്തിന് കാരണവുമായി തീരട്ടെ എന്ന് ഞാൻ ദൈവത്തിൽ പ്രത്യാശിക്കുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. എൻ്റെ അനുഭവ സാക്ഷ്യത്തിലേക്ക് കടക്കുമ്പോൾ, ഞാൻ ജനിച്ചു വളർന്നത് ഒരു കത്തോലിക്ക കുടുംബത്തിലാണ്. മലബാർ, അതായത് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഒരു യഥാസ്ഥിതിക കത്തോലിക്ക കുടുംബമാണ് എൻ്റെ. എൻ്റെ അപ്പനും അമ്മയ്ക്കും ഞങ്ങൾ 6 മക്കളാണ്. അതിൽ 6ാമത്തവളായിട്ടാണ് ഞാൻ ജനിച്ചത്. ചെറുപ്രായത്തിൽ തന്നെ, സ്തോത്രം, ഞങ്ങള് എൻ്റെ മാതാപിതാക്കള് അവരറിയുന്ന സത്യദൈവത്തിന് വേണ്ടി അവർ നിന്നു. വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു എൻ്റെ മാതാവും പിതാവും. അവരറിയുന്ന സത്യത്തിന് വേണ്ടി നിൽക്കാൻ വേണ്ടി മക്കളെയൊക്കെ അവർ പഠിപ്പിച്ചു. ആ ഒരു വിശ്വാസത്തില് തീഷ്ണതയോടുകൂടി അവർ നിന്നു. സ്തോത്രം. ഇന്നും അവരങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. കൃപയാൽ ഞാൻ മാത്രമേ ഉള്ളൂ വിശ്വാസത്തിൽ എൻ്റെ ഭവനത്തിൽ നിന്ന്. പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം എൻ്റെ മൂത്ത സഹോദരൻ്റെ ഒരു മോളും കുടുംബവും വിശ്വാസത്തിലുണ്ട്. അതല്ലാതെ മറ്റവരാരും ഇതുവരെയും വന്നിട്ടില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ജീവിക്കുന്ന ഒരു ദൈവം ഉള്ളത് കൊണ്ട് സ്തോത്രം.
അവരും ഞങ്ങളോടൊപ്പം ഈ ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടുവാൻ ദൈവം തക്ക സമയത്ത് വിളിച്ച് വേർതിരിക്കുമെന്ന് ഞങ്ങൾ ദൈവത്തിൽ പ്രത്യാശിക്കുന്നു. അങ്ങനെ എൻ്റെ ബാല്യകാലമൊക്കെയും ഞങ്ങൾ എൻ്റെ നാട്ടിൽ തന്നെ എൻ്റെ അടുത്തുള്ള സ്കൂളുകളിലൊക്കെയാണ് ഞാൻ പഠിച്ചത്. അതിനുശേഷം പ്രീ ഡിഗ്രി വരെ ഞാൻ അവിടെ പഠിച്ചു. പഠനത്തിന് ശേഷം നേഴ്സിങ്ങിനായിട്ട് ഞാൻ പലയിടത്തും ആപ്ലിക്കേഷനൊക്കെ അയച്ചു. എന്നിരുന്നാലും എനിക്ക് എവിടെയും ലഭിച്ചില്ല. സ്തോത്രം. ഞാൻ അങ്ങനെ മതപരമായിട്ട്, അതായത് ഞങ്ങളുടെ ഇടവക, ഞാനിന്ന് കാത്തോലിക്കിലായിരുന്നത് കൊണ്ട് ഇടവകയും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം ഞങ്ങളുടെ ഇടവകയിൽ മറ്റാരും ആ സമയങ്ങളിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞ് നിന്നിട്ടില്ലായിരുന്നു. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങളുടെ ഇടവകയിൽ ഒരു പുതിയ നഴ്സറി സ്കൂൾ തുറക്കാനിടയായി, മാനേജ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ അവിടെ എനിക്കൊരു വേക്കൻസി ലഭിച്ചു. ഞാൻ അവിടെ പോയി കുഞ്ഞുങ്ങളെ അവരെ ഒന്ന് സഹായിക്കാൻ, അതുപോലെ അവരെ പഠിപ്പിക്കാനും, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ഇടവകയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിന്നിരുന്നത് കൊണ്ട് ഞാനും ആ സമയങ്ങളിൽ വളരെ തീഷ്ണതയായിരുന്നു എനിക്കും. ഞാനും എൻ്റെ പിതാവ് വളരെ സഭയോട് വളരെ കൂറു പുലർത്തിയിരുന്ന ഒരാളാണ്. അതായത് എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകണം, കുമ്പസാരിക്കണം, അങ്ങനെയൊക്കെയുള്ള മതപരമായ ചടങ്ങുകളിൽ വളരെ തീഷ്ണതയുള്ള ആളായിരുന്നു. ആയതുകൊണ്ട് ഞങ്ങളെല്ലാവരും അതുപോലെ തന്നെ ആയിരുന്നു. അപ്പം ആ ഇടവകയിൽ അങ്ങനെ ഒരു സ്കൂൾ തുറന്നിരുന്നത് കൊണ്ട് ഞാൻ വെറുതെ നിൽക്കുകയായിരുന്നു കൊണ്ട് അവർ എന്നെ അതിനായിട്ട് നിർബന്ധിച്ചു. അങ്ങനെ ഞാൻ അവിടെ പോയി സ്കൂളിലൊക്കെ പഠിപ്പിച്ചു കൊണ്ടിരുന്ന സമയത്തിൽ കർത്താവിനാൽ എനിക്കൊരു വേക്കൻസി ലഭിക്കാനിടയായി. ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് നമ്മളെ കണ്ട ദൈവം നമ്മളെ എങ്ങനെയൊക്കെ ആയിരിക്കണം, ഏതു വഴിയൊക്കെ പോകണമെന്നൊക്കെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നടക്കുകയുള്ളല്ലോ. അപ്പം ഞാനെങ്ങനെ അവിടെ ആയിരുന്നപ്പോൾ ഞങ്ങളുടെ ഇടവകയിൽ ഒരച്ഛൻ അവിടെ നിന്നും ആസാം എന്ന് പറയുന്ന പ്രദേശത്ത് വളരെ നാളുകൾക്ക് മുമ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ആ അച്ഛനും അവിടെ ഒരു സ്കൂള് നടത്തുന്നുണ്ട്. അച്ഛൻ സ്കൂളിൻ്റെ പ്രിൻസിപ്പാളായിരുന്നു. പ്രിൻസിപ്പാൾ സ്ഥാനത്ത് ഇരുന്നത് കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന അനേക കുട്ടികളെ, അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെയൊക്കെ പരിചയപ്പെടുന്ന ഒരു സമയമായിരുന്നത് കൊണ്ട് അവിടെ ഒരു നഴ്സിംഗ് സ്കൂൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്കൂളിൽ ഈ അച്ഛൻ്റെ ചേട്ടൻ്റെ ഒരു മോള് എൻ്റെ കൂടെ പഠിക്കുന്നുണ്ടായിരുന്നു. 10ഉം 11ഉം ഒക്കെ പഠിച്ചു. പക്ഷെ ആ കുട്ടിക്ക് വേണ്ടി ഈ അച്ഛൻ ചില വർഷങ്ങൾ അവിടെ ഒരു വേക്കൻസി പറഞ്ഞിരുന്നു. അങ്ങനെ ആ വേക്കൻസി അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് വേണ്ടി കർത്താവ് കരുതിയെന്നേ പറയാനൊക്കത്തുള്ളൂ. ആ കുട്ടി പല പ്രാവശ്യം 10ാം ക്ലാസ്സിൽ തോറ്റുപോയിരുന്നത് കൊണ്ട് ആ സീറ്റ് എനിക്ക് ലഭിച്ചു. കർത്താവിനാൽ എനിക്ക് ലഭിച്ചു എന്ന് മാത്രമേ അത് പറയാനൊക്കത്തുള്ളൂ. അങ്ങനെ ദൈവം എനിക്ക് വേണ്ടി അവിടെ കരുതി. ഞാൻ അവിടെ കടന്നുപോയി. കോഴ്സിന് 1 മാസം മുമ്പ് ഞാൻ അവിടെ ചെന്നിരുന്നത് കൊണ്ട് അവിടെ സ്പോക്കൺ ഇംഗ്ലീഷൊക്കെ പഠിക്കുവാനിടയായി. അങ്ങനെ അവിടെ ഒരു കോൺവെൻറ്റിൽ നിന്നു 1 മാസം ഈ അച്ഛൻ്റെ കെയർ ഓഫിൽ. അങ്ങനെ അവിടെ നിന്ന് കോഴ്സൊക്കെ സ്പോക്കൺ ഇംഗ്ലീഷൊക്കെ പഠിച്ചിരുന്നത് കൊണ്ട് പിന്നത്തേതിൽ എനിക്കത് വളരെ ഉപകാരപ്പെട്ടു. നമ്മൾ മുന്നമേയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ലെങ്കിലും കർത്താവിന് അതിനെക്കുറിച്ച് പ്ലാനും പദ്ധതിയും ഉണ്ടായിരുന്നത് കൊണ്ട് കർത്താവ് അതൊക്കെയും ക്രമീകരിച്ചു. അങ്ങനെ ഞാൻ അവിടെ കടന്നുപോയി. 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഇൻ്റർവ്യൂവിൽ ആക്ച്വലി ഞങ്ങളുടെ കൂടെ 6 മലയാളി കുട്ടികളും പിന്നെ ബാക്കിയുള്ളത് ലോക്കൽസും ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ 6 മലയാളി കുട്ടികൾ തമ്മിൽ കണ്ടു. ഇൻ്റർവ്യൂ അല്പം പേടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കൃപയാൽ അവരന്നൊന്നും ചോദിച്ചില്ല. അവർ ബൈബിളിൻ്റെ 1-2 പിക്ചർ കാണിച്ച് എന്നിട്ട് ചോദിച്ചു, ഇതെന്താണെന്ന് പറയാൻ പറ്റുമോ? അതെന്താ? ലോർഡ് സപ്പറാണ് കാണിച്ചത്. ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ലാസ്റ്റ് സപ്പറിൽ ഒരുമിച്ച് ശിഷ്യന്മാരോട് കൂടി ഇരിക്കുന്ന ഒരു പടം എടുത്ത് കാണിച്ചിട്ട് എന്നോട് ചോദിച്ചു അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ. മറ്റൊന്നും ചോദിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെയും എത്രയും പെട്ടെന്ന് വളരെ ഈസിയായി പോയി. ഇൻ്റർവ്യൂവിന് പാസ്സായി, അഡ്മിഷൻ ലഭിച്ചു. അങ്ങനെ ഞങ്ങൾ 6 കുട്ടികൾക്കും ഒരുവിധം നല്ല അപ്രോച്ച് ഉണ്ടായിരുന്നത് കൊണ്ട് 6 കുട്ടികൾക്കും സെലക്ഷൻ കിട്ടി. അവിടെ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ കൂടെ 6 മലയാളി കുട്ടികളാണ്. എന്നാൽ ഈ 6 പേരും കത്തോലിക് ബാക്ക്ഗ്രൗണ്ടിലാണ്. എന്നെപ്പോലെ തന്നെ കൂടുതലായിട്ട് മതപരമായിട്ട് കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും ഇതുപോലെ തന്നെ കത്തോലിക്ക സഭയിൽ നിന്ന് വന്നിരുന്നത് കൊണ്ട് സഭയുടെ ആചാരങ്ങളും ചട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ മാത്രമേ അറിയുമായിരുന്നുള്ളൂ. അപ്പം ഞങ്ങളൊരു കോമ്പൗണ്ടിലാണ് സ്കൂൾ, നഴ്സിംഗ് സ്കൂൾ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടാണ്. ആ നഴ്സിംഗ് സ്കൂൾ സ്ഥാപിച്ചത് ഇവിടുത്തെ ഒരു ഇംഗ്ലീഷുകാരാണ്. അപ്പം നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തിൽ അവരത് മറ്റുള്ളവരെ ഏൽപ്പിച്ച ശേഷം അവരിങ്ങോട്ട് പോന്നു. അങ്ങനെയാണ് ബാപ്റ്റിസ്റ്റ് ക്രിസ്ത്യൻ മിഷൻ സ്കൂൾ എന്ന് പറഞ്ഞ് ആസാമിലുള്ള ഒരു സ്കൂളിലാണ് ഞങ്ങൾ പഠിക്കുന്നത്.
അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ നമ്മൾ സാധാരണ സ്കൂളുകളെ പോലെയൊക്കെ കടന്നുപോയി. എന്നാൽ ഈ സ്കൂൾ എന്ന് പറയുന്നത് അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇതൊരു ബാപ്റ്റിസ്റ്റ് ക്രിസ്ത്യൻ സ്കൂളായിരുന്നത് കൊണ്ട് ബൈബിൾ നമുക്കൊരു പാഠ്യ വിഷയമായിരുന്നു. മറ്റുള്ള സബ്ജക്റ്റുകളോടൊപ്പം തന്നെ ബൈബിളും നമ്മൾ പഠിച്ച് പാസ്സായെങ്കിൽ മാത്രമേ നമുക്ക് ആ നെക്സ്റ്റ് ഇയറിലേക്ക് നമ്മളെ അവർ കയറ്റത്തുള്ളൂ. അങ്ങനെ ബൈബിള് പഠിക്കുവാൻ അത് ഞങ്ങൾക്കൊരു മുഖാന്തരമായി തീർന്നു. അതുപോലെ തന്നെ ഞങ്ങള് ബാപ്റ്റിസ്റ്റ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ പെന്തക്കോസ്ത് പറയുന്നതോ ഒന്നും ഞങ്ങൾ കേട്ടിട്ടില്ലാത്തൊരു സാഹചര്യത്തിൽ നിന്നാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. അപ്പം ഈ ബൈബിൾ ക്ലാസ് ഒന്നും ഞങ്ങൾക്ക് അത്രയും താല്പര്യമില്ല എന്നുണ്ടെങ്കിലും ഇത് പഠിക്കാതിരിക്കാൻ മറ്റു മാർഗമൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് അതിനുവേണ്ടി തന്നെ അവർ ടീച്ചറിനെ വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ആ കോഴ്സ് പഠിപ്പിക്കാൻ വേണ്ടി തന്നെ. അങ്ങനെ ഞങ്ങൾ അത് പഠിച്ചു. അതുപോലെ എല്ലാ ആഴ്ചയിലും കോട്ടേജ് മീറ്റിംഗ് ഉണ്ട്. അതൊക്കെ അവരവിടെ വളരെ സ്ട്രിക്റ്റ് ആണ്. നമ്മൾ കോട്ടേജ് മീറ്റിംഗ് പോകണം. അതുപോലെ അവധിയുള്ള കുട്ടികളൊക്കെയും അവർക്ക് ആ കോമ്പൗണ്ടിൽ തന്നെ ഒരു ചെറിയ ചർച്ച് ഉണ്ട്, ആ ചർച്ചിൽ പോകണം. എല്ലാ മീറ്റിങ്ങിലും നമ്മൾ പോകണം. അങ്ങനെയൊക്കെ അത് വളരെ നിർബന്ധമായിരുന്നു. ആയതുകൊണ്ട് ഞങ്ങളൊക്കെയും പോകും. പാർട്ടികളുണ്ട്, പ്രത്യേകിച്ച് അവർക്ക് ക്രിസ്മസ് ഈസ്റ്ററൊക്കെ വലിയ ഘോഷമായിട്ടാണ് അവർ ആഘോഷിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളും പങ്കെടുക്കാനിടയായി. അവിടെ ഞങ്ങൾക്ക് കിട്ടിയതെന്ന് പറയുന്നത് ഈ 6 കുട്ടികൾക്കും ഈ വചനം പഠിക്കാൻ ഭയങ്കരമായിട്ടുള്ളൊരു അവസരം ഞങ്ങൾക്ക് ലഭിച്ചു. പഴയ നിയമമാകട്ടെ പുതിയ നിയമമാകട്ടെ എല്ലാം ഇങ്ങനെ എക്സ്പ്ലനേഷൻ ചെയ്യുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യും. അതിലുപരിയായിട്ട് ഈ ചർച്ചിൽ ചില മിഷണറിമാരൊക്കെ കടന്നു വരും. അങ്ങനെ ഞങ്ങൾക്ക് വളരെ മെസ്സേജുകൾ കേൾക്കാനിടയായി. അത് ദൈവത്തെങ്കിലേക്ക് ഞങ്ങളെ കൂടുതൽ അടുപ്പിക്കുവാൻ ഒരു മുഖാന്തരമായി തീർന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ പഠിച്ചു. അതിലുപരിയായിട്ട് ഞങ്ങൾ സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾക്ക് കൂടുതലായിട്ട് ദൈവത്തെ അറിയത്തില്ലെങ്കിലും അറിയാവുന്ന വിധത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ഇരിക്കുന്ന സമയത്തില് ഞങ്ങൾക്ക് അവിടെ ഒരു ഫാമിലി കടന്നു വരാനിടയായി. അപ്പൊ അറിയാവില്ല, ആസാം എന്ന് പറയുന്നത് ബോർഡർ ഏരിയയാണ്. അവിടെ അങ്ങനെ മലയാളികളൊന്നും അധികം വരാറില്ല. ഉള്ളതും മിലിറ്ററി പീപ്പിൾസ് മാത്രമേ അവിടെ കടന്നു വരാറുള്ളൂ. മിലിറ്ററീസ് ആണ് കൂടുതലും ബോർഡർ ഏരിയ ആയതുകൊണ്ട്. അപ്പൊ ഞങ്ങൾക്ക് അവിടെ ഒരു ഫാമിലി കടന്നു വന്നു. ആ ഫാമിലി വളരെ ദൈവത്തെ ഞാൻ നന്ദിയോടെ വാഴ്ത്തുന്നു. ആ ഫാമിലി മുഖാന്തരമാണ് ഞാൻ ഇന്ന് ഒരു വിശ്വാസിയായി ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ കാരണമായി തീർന്നത്. ആ ഒരു ഫാമിലി മുഖാന്തരമാണ്. അങ്കിളിന്റെ പേര് ചെറിയാനെന്നാണ്, ആന്റിയുടെ പേര് വത്സമ്മ. അവരുടെ വീട് കോട്ടയത്താണ്. അവര് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയം പൂനെയിലായിരുന്നു. അപ്പൊ അവര് ദൈവത്തിൽ വളരെ തീഷ്ണതയുള്ളവരായിരുന്നു. പോലെ തന്നെ ആന്റിയും അങ്കിളും കൃപാവരങ്ങളോട് കൂടിയൊക്കെ ദൈവത്തെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. അപ്പൊ അവരിങ്ങനെ പൂനെയിൽ താമസിക്കും കാലം അവർക്ക് ദൈവത്തിൽ നിന്നൊരു ആലോചന ഉണ്ടായി. അവര് ഈ ആസാമിൽ എന്ന സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയി പോകുന്നു എന്നുള്ള കാര്യം. എന്നാൽ അന്നേരം ട്രാൻസ്ഫർ ആകുന്ന സമയമല്ലായിരുന്നു. ട്രാൻസ്ഫർ ആകുന്ന ആൾക്കാരെയൊക്കെ അവർ നേരത്തെ പറഞ്ഞു വിട്ടിരുന്നു. അപ്പൊ ഒരു ഇമ്പോസിബിൾ ആയിരുന്ന സമയത്തായിരുന്നു ഇവര് ആസാമിലേക്ക് ട്രാൻസ്ഫർ ആകുന്നു എന്നുള്ള വിവരം ദൈവത്തിൽ നിന്നും ഇവർക്ക് ഒരാലോചനയായി കിട്ടിയത്. അങ്ങനെ ഇവര് ദൈവത്താൽ അത് സംഭവിച്ചു എന്ന് വേണം പറയാന്. ഞങ്ങളെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കേണ്ടത് കർത്താവിനൊരു സമയമായിരുന്നത് കൊണ്ട് കർത്താവ് ആ സമയങ്ങളിൽ അവർക്കൊരാലോചന കൊടുത്തു. അങ്ങനെ അവര് ആസാമിലേക്ക് ട്രാൻസ്ഫർ ആയി കടന്നു വരുന്നു. അങ്ങനെ വന്ന സമയം ഞങ്ങൾക്ക് ഇവരെ അറിയത്തില്ല. ഇവർക്ക് 2 കുഞ്ഞുങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിലൊരു മൂത്ത കുഞ്ഞ് മലേറിയ ആയിട്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നു. ആക്ച്വലി അവർ ഒരു കാരണവശാലും ഞങ്ങളുടെ അവിടെ കടന്നു വരേണ്ടതല്ല. അവർക്ക് മിലിറ്ററി ഹോസ്പിറ്റലുകളുണ്ട്, അല്ലാത്ത ഹോസ്പിറ്റലുകളുണ്ട്. പക്ഷേ ദൈവത്തിന്റെ ഒരു തീരുമാനപ്രകാരം ഞങ്ങളെ സുവിശേഷം അറിയിക്കേണ്ടത് കൊണ്ട് അവര് ദൈവം അയച്ചിട്ട് ആ കുഞ്ഞിന് മലേറിയ വന്ന് അവരെ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നു. അങ്ങനെ ഞങ്ങള് ഷിഫ്റ്റിന് ഡ്യൂട്ടിക്ക് ചെല്ലുമ്പം ഈ ഒരു മലയാളി കുഞ്ഞിനെ ഞങ്ങൾ കാണുന്നു. അപ്പൊ ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷം. കാര്യം മലയാളികൾ അവിടെ ഇല്ല, അങ്ങനെ വരാറില്ല. അപ്പൊ ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷമായി. എന്നാൽ അതുപോലെ തന്നെ ഇവര് പെന്തക്കോസ്താന്ന് അറിഞ്ഞപ്പം ആ സന്തോഷം മാറിപ്പോയി. കാര്യം ഒന്നാമത്തെ കാര്യം, നമുക്ക് വീട്ടില് നമ്മുടെ ഭവനങ്ങളിൽ മാതാപിതാക്കൾ അങ്ങനെ അച്ചടക്കത്തിലും അറിയാമല്ലോ, ആ സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ ആരോടും അത്ര കൂടുതലായിട്ട് കോണ്ടാക്ട് ചെയ്യുവാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അവസരമൊന്നും അല്ലല്ലോ. അപ്പം ഞങ്ങൾക്കാണെങ്കിൽ നഴ്സിംഗ് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് വെളിയിലൊന്നും പോകാൻ അലൗഡല്ല. അങ്ങനെയൊക്കെയുള്ള സമയമാണ്. എന്നാൽ ഇവര് കടന്നു വന്ന്
ഇവർക്കൊരു ദൈവത്തിൽ നിന്നും ഒരു അരുളപ്പാടുണ്ടായിരുന്നു. 5-6 കുട്ടികളെ ദൈവത്തിന് വേണ്ടി നേടേണ്ട ഒരു അവസരമാണ് അതെന്ന് അവർക്ക് ദൈവാലോചന ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ലാഞ്ഞിരുന്നുകൊണ്ട് ഞങ്ങള് ദൈവത്തിൽ ഒരല്പം പുറകോട്ട് മാറി. കാര്യം ഇവർ പെന്തക്കോസ്താ, ഇനിയും ഇവരോട് കൂടുതൽ അടുത്ത് പോകുന്നത് കൊണ്ട് നമ്മൾ അങ്ങോട്ടെങ്ങാനും പോയെങ്കിലോ എന്ന് പേടിച്ച് നമ്മൾ ഒരല്പം അകലം വിട്ട് മാത്രമാണ് നിന്നിരുന്നത്. എന്നാൽ എൻ്റെ കൂടെയുള്ള ഒരു ലില്ലിക്കുട്ടി എന്ന് പറയുന്ന ഒരു സഹോദരിയുണ്ട്, ഞങ്ങളുടെ കൂടെ തന്നെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഇന്ന് അവൾ ഈ ലോകത്തിലില്ല, അവൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ആ കുട്ടിയുടെ വീട്ടില് അവളുടെ ഒരു ചേച്ചി ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ശ്രീചിത്ര കോളേജിലെ നേഴ്സായിരുന്നു. അവിടെ വെച്ച് സഹോദരി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അവരുടെ കുടുംബത്തിൽ നിന്നും ഏകയായി വിശ്വാസത്തിൽ വന്ന സമയമായിരുന്നു. അപ്പൊ ഈ ലില്ലിക്കുട്ടിക്ക് കുറച്ചൊക്കെ ദൈവത്തെക്കുറിച്ചും അറിയാം, വചനങ്ങളെ കുറിച്ച് അറിയാം, പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാന്നൊക്കെ അറിയാമായിരുന്നു. അപ്പൊ ഈ ലില്ലിക്കുട്ടി ഇങ്ങനെ ദൈവത്തോട് അടുത്തത് കൊണ്ട് ഞങ്ങൾ ഒരല്പം അവളോട് മാറിയാണ് നിന്നിരുന്നത്. കാര്യം ഇവള് പെന്തക്കോസ് ആരാധനയും പ്രാർത്ഥനയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഒരല്പം മാറി നിൽക്കും. അപ്പം ലില്ലിക്കുട്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പം ഞങ്ങൾ കളിയാക്കും. ഞങ്ങൾ ബാക്കി 5 കുട്ടികളും ഇവള് കൈയടിക്കുന്നതും പാട്ട് പാടുന്നതും ഒക്കെ ഞങ്ങളിങ്ങനെ അനുകരിച്ച് കളിയാക്കുമായിരുന്നു. അങ്ങനെ അറിവില്ലായ്മയുടെ കാലങ്ങൾ അങ്ങനെ കുറെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ കുഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കടന്നു വന്നപ്പോൾ ഈ അങ്കിളും ആന്റിയും ഒക്കെ ഹോസ്പിറ്റലിൽ വരും, ഈ കുഞ്ഞിനെ കാണും. അപ്പം അവര് ചോദിക്കും, നിങ്ങൾ എത്ര കുട്ടികളാ, എവിടെയാ താമസിക്കുന്നത്, എങ്ങനെയാ, മലയാളികളാ, അങ്ങനെയൊക്കെ അവർക്കും താല്പര്യം. അവർക്ക് ഓൾറെഡി അറിയാം അവര് ദൈവത്താൽ അയക്കപ്പെട്ടതാണെന്ന് അറിയാം. എങ്കിലും ഞങ്ങളോടൊന്ന് അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അവര് ഞങ്ങളറിയാതെ ഞങ്ങളുടെ നഴ്സിംഗ് സൂപ്രണ്ടിനെ പോയി കണ്ട് ഞങ്ങളുടെ അടുത്ത് വരുവാനും അതുപോലെ സംസാരിക്കാനും വിസിറ്റ് ചെയ്യുവാനും ഒക്കെയുള്ള പെർമിഷൻ എടുത്തു. അങ്ങനെ അവർ ഞങ്ങൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ വരും. ഞങ്ങളറിയാതെയാണെങ്കിലും ഞങ്ങളെ എല്ലാം വിളിച്ച് അവർ ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരും. അങ്ങനെ പതിയെ അവരിലേക്ക് അടുക്കാൻ. എന്നാൽ ആദ്യമൊന്നും അവര് സുവിശേഷം പറയുവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ല. പിന്നത്തേതില് ഞങ്ങൾ ഒരല്പം അവരോട് അടുത്തു എന്ന് കണ്ടപ്പോൾ അവര് പതുക്കെ സുവിശേഷം പറയാൻ തുടങ്ങി. അപ്പോൾ സുവിശേഷം പറയുന്നതില് ഏറ്റവും പുറകില് കേൾക്കാൻ താല്പര്യമില്ലാത്തത് ഞാനായിരുന്നു. അപ്പൊ ഇവര് വന്നിരിക്കുമ്പോ ഞാൻ പതുക്കെ പുറകോട്ട് വലിയും. ഇവരതും ഇതുമൊക്കെ പറയാൻ തുടങ്ങുമ്പോൾ ഞാൻ പതുക്കെ പുറകോട്ട് വലിയും. കാര്യം എൻ്റെ ഭവനത്തിന്റെ അന്തരീക്ഷം അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. സഹോദരന്മാർക്കൊക്കെ കീഴ്വഴങ്ങിയാണ് നമ്മൾ ജീവിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഭവനത്തെ ഭയങ്കര പേടിയായിരുന്നു. സഹോദരങ്ങൾക്കാർക്കും താല്പര്യമില്ല, മാതാവിനും പിതാവിനും താല്പര്യമില്ല. അപ്പം നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയെ കടന്നുപോയാൽ തന്നെയുമല്ല നമുക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അപ്പൊ ഇത് ശരിയല്ല എന്നുള്ളതാണ് ചെറുപ്പം തൊട്ട് നമ്മൾ കേട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്കതിനോട് വലിയ താല്പര്യമില്ലായിരുന്നത് കൊണ്ട് പതുക്കെ ഞങ്ങൾ പുറകോട്ട് വലിയും. അങ്ങനെ ചില ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം ഈ കുഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയപ്പോൾ ഇവര് ഞങ്ങളെ ഭവനത്തിലോട്ട് വിളിച്ചു പല പ്രാവശ്യം. പക്ഷെ ഞങ്ങൾക്ക് പോകാൻ താല്പര്യമില്ല. അങ്ങനെ ഒരു ദിവസം എൻ്റെ കൂടെയുള്ള കുട്ടികൾ, എൻ്റെ കൂടെ പഠിച്ചുകൊണ്ടിരുന്നവര് ഒരു ദിവസം വെറുതെ ഫ്രീ ആയി വീട്ടിലിരുന്നപ്പോൾ അവർ പറഞ്ഞു, നമുക്കെന്നാ അങ്കിളിൻ്റെ അടുത്ത് വെറുതെ ഒന്ന് പോകാം, തൊട്ടടുത്താ താമസിക്കുന്നത്, വലിയ ദൂരമില്ല. അപ്പം ഞങ്ങൾ 3rd year ഒക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് വെളിയിൽ തന്നെ പോകാമെന്നുള്ള പെർമിഷൻ കിട്ടി. അങ്ങനെ എൻ്റെ 2 കൂട്ടുകാരികൾ ഇങ്ങനെ അങ്കിളിൻ്റെ വീട്ടിൽ കടന്നു ചെന്നു. അങ്കിളിൻ്റെ വീട്ടിൽ കടന്നു ചെന്നപ്പോഴത്തേനും വളരെ സന്തോഷമാണ്. അങ്കിളിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ, നമുക്ക് 2 സഹോദരിമാരെ കിട്ടുന്നത് വളരെ സന്തോഷമാണല്ലോ ദൈവത്തെക്കുറിച്ച് പറയാനൊക്കെ. അങ്ങനെ അവർ കടന്നു ചെന്ന് തിരിച്ചു വന്നപ്പോൾ ഇവര് പോയതുപോലെയല്ല, ഇവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഇവര് തിരിച്ചു വന്നപ്പോൾ ഇവര് നല്ല ക്രിസ്ത്യൻ പാട്ട് പാടുന്നു, ഇവര് ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ബാക്കിയുള്ള 2 പേർക്ക്, ലില്ലിക്കുട്ടിക്ക് ഓൾറെഡി അറിയാം, ഞങ്ങൾക്ക് 2 പേർക്ക് ഒരു അല്പം ബുദ്ധിമുട്ടുമല്ല. അപ്പം ഞങ്ങൾ ചോദിച്ചു, അവിടെ നിന്ന് എന്തൊക്കെയോ കിട്ടിയ ലക്ഷണമുണ്ട്, വയറ് നിറച്ച ഫുഡൊക്കെ കിട്ടി കാണില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കളിയാക്കി. അപ്പോൾ അവര് പറഞ്ഞു, അങ്ങനെയല്ല, നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, അവർ ദൈവത്തെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരാ, നല്ലതുപോലെ പാട്ട് പാടുന്നവരാ. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുന്നത് പോലെ അല്ല അവർ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾ പോയിട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നുന്നു. അടുത്ത പ്രാവശ്യം ഞങ്ങൾക്ക് അവധിയുള്ളപ്പോൾ ഞങ്ങൾ പോകുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, പെന്തക്കോസ്തിൽ ചേർന്നെന്നാ തോന്നുന്നത് ഇവര്. അപ്പം ഇവര് പോട്ടെ, നമുക്ക് നോക്കാം, ഇവര് വരുന്ന മാറ്റം എങ്ങനെയൊക്കെയാണെന്ന് കാണാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ബാക്കി 2-3 പേരും മാറി നിന്നു. അപ്പൊ ഇവര് പല പ്രാവശ്യം പോയി വന്നപ്പോഴെല്ലാം പിന്നെ ഇവര് ഞങ്ങളെ നിർബന്ധിക്കാൻ തുടങ്ങി, നിങ്ങളും വാ, വളരെ നല്ലതാ, നമുക്ക് വളരെ സന്തോഷമാ, വേറെ ഒന്നുമല്ല, പ്രാർത്ഥനയല്ലേ, വാ എന്നും പറഞ്ഞ്.
അങ്ങനെ ഒരു ദിവസം ഈ ഇളയ കുഞ്ഞിന്റെ ബർത്ത്ഡേ വന്നപ്പം അങ്കിള് ഞങ്ങളെ വന്ന് ഇൻവൈറ്റ് ചെയ്തു, നിങ്ങൾ വരണം, ബർത്ത്ഡേക്ക് എല്ലാവരും വരണം, വീട്ടിൽ നിങ്ങളാരും വന്നിട്ടില്ലല്ലോ, വരാനും പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെയുള്ള കൂട്ടുകാരെല്ലാം പോകാനൊരുങ്ങിയപ്പം ഞാൻ പറഞ്ഞു ഞാനേതായാലും വരുന്നില്ല, നിങ്ങളെല്ലാവരും പോയിക്കോ, എനിക്ക് ഡ്യൂട്ടിയാ, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇവരെന്ത് ചെയ്താൽ സമ്മതിക്കത്തില്ല. അങ്കിള് പറഞ്ഞു എന്നെ കൊണ്ടേ ചെല്ലാവുള്ളൂ എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് ഞങ്ങൾ പോയി. ഞങ്ങൾ അവിടെ ചെന്നപ്പം ബർത്ത്ഡേ പാർട്ടിയാന്നും പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളെ വിളിച്ചത്. എന്നാൽ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഒന്നുമില്ല, പാർട്ടിയായിട്ട് ഞങ്ങൾ അവിടെ ഒന്നും കണ്ടില്ല. അവര് താമസിക്കുന്നത് അന്ന് അവർക്ക് കൊടുത്തിരിക്കുന്ന ക്വാർട്ടേഴ്സിലാണ്, 2 റൂമും ഒരു കിച്ചണുമാണ്. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്നപ്പം ഇങ്ങനെ നല്ലൊരു പാട്ട് വെച്ചിട്ടുണ്ട്, അതിലപ്പുറത്തായിട്ട് ഞാൻ അവിടെ ഒന്നും കണ്ടില്ല. എന്നാൽ ഡെക്കറേറ്റ് ചെയ്ത റൂമോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ അതൊക്കെ പ്രതീക്ഷിക്കുന്നു, വലിയ റൂമോ, ആൾക്കാര്, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, ഒരു കൂടിവരവ് വരുമ്പോഴത്തേനും വലിയൊരു പാർട്ടിയുടെ സന്തോഷം. പക്ഷെ ഞങ്ങൾ ചെന്ന ഈ 6 കുട്ടികളല്ലാതെ വേറെ അവിടെ ആരുമില്ല. അപ്പം എനിക്ക് ആകെപ്പാടെ ഒരു വല്ലായ്മ തോന്നി. അപ്പം ഞാൻ ചോദിച്ചു, അങ്കിള് പാർട്ടിയാന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഇവിടെ ഞങ്ങളൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അങ്കിള് പറഞ്ഞു, അതെ പിള്ളേരെ, ഞങ്ങള് പെന്തക്കോസുകാരല്ലേ, അപ്പം ഞങ്ങൾ പാർട്ടിയൊന്നും അങ്ങനെ സാധാരണ നടത്താറില്ല. ഇങ്ങനെ ബർത്ത്ഡേ വരുമ്പോൾ ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുക ചെയ്യാറുള്ളത്, ഞങ്ങൾ സാധാരണ അങ്ങനെ പാർട്ടി ചെയ്യാറില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു പായ ഇട്ടിട്ടുണ്ട്, അതിനപ്പുറത്തായിട്ട് വേറെ ഒന്നും കാണാനില്ല. അപ്പം അങ്കിള് പറഞ്ഞു, അത് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, ഞങ്ങൾ സാധാരണ ഫാസ്റ്റിങ്ങിൽ ഇരുന്ന് പ്രാർത്ഥിക്കും, പക്ഷെ ഇവിടെ ഫുഡൊക്കെ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്, നമുക്ക് ചെറിയൊരു പ്രാർത്ഥന കഴിഞ്ഞിട്ട് നമുക്ക് ആഹാരം കഴിക്കാം എന്ന് പറഞ്ഞു. എല്ലാവരും സമ്മതിച്ചു. അപ്പം എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്, കാര്യം ഇവരുടെ കൂടെ പ്രാർത്ഥിക്കാനിരിക്കാൻ എനിക്ക് പ്രാർത്ഥന അറിയത്തില്ല, അത് മറ്റൊരു വശം. ഇവരൊക്കെ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ആദ്യമായിട്ട് പെന്തക്കോസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, അങ്കിളെ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങ് തിരിച്ചു പോയാലോ, നിങ്ങളേതായാലും ഫാസ്റ്റിങ്ങും പ്രാർത്ഥനയൊക്കെ അല്ലേ, അപ്പൊ എന്നാൽ ഞങ്ങൾ അങ്ങ് തിരിച്ചു പോയാലോ എന്ന് പറഞ്ഞപ്പോൾ അങ്കിള് പറഞ്ഞു, അയ്യോ അങ്ങനെ ചെയ്യാൻ പാടില്ല, നിങ്ങൾ വന്നതല്ലേ, അപ്പം നിങ്ങൾക്കൊക്കെ ഞങ്ങളിവിടെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അങ്ങനെയൊന്നും പോകാൻ പാടില്ല, ചെറിയൊരു പ്രാർത്ഥനയാണ്, നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും പ്രാർത്ഥനയ്ക്ക് ഇരുന്ന് കഴിഞ്ഞപ്പം അവര് പാട്ടുപാടി പതുക്കെ പ്രാർത്ഥിച്ചു തുടങ്ങി. അപ്പൊ ഞങ്ങളോട് ഓരോരുത്തരോട് പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എല്ലാവരും ഒക്കെ മുക്കിമൂളിയൊക്കെ അറിയാവുന്നതുപോലെയൊക്കെ പ്രാർത്ഥിച്ചു. അപ്പം ഏറ്റവും ലാസ്റ്റില് ഞാനിങ്ങനെ മാറി മാറി നിൽക്കുകയാണ്. അപ്പം എൻ്റെ അടുത്ത് ലാസ്റ്റിൽ വന്നപ്പോൾ പറഞ്ഞു, ഇനിയും എൻ്റെ ഉഴവാണ്, ഞാൻ പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, ഞാൻ കത്തോലിക്ക സാധാരണ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ലാതെ എനിക്ക് മറ്റൊന്നും അറിയത്തില്ല, അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല, ബാക്കി ആൻറ്റി അങ്ങ് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഇവരാരും സമ്മതിക്കത്തില്ല, എല്ലാം അറിയാവുന്ന പ്രാർത്ഥിച്ചാൽ മതി, അപ്പം ഒത്തിരി വലുതായിട്ടൊന്നും വേണ്ട, അറിയാവുന്നത് മതി എന്നും പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്കിളെ എനിക്കാണെങ്കിൽ സ്വർഗസ്ഥനായ പിതാവെ ഒഴിച്ച് ഒരു പ്രാർത്ഥന എനിക്കറിയത്തില്ല, പിന്നെ നമ്മൾ സാധാരണ ചൊല്ലി വരുന്ന നോക്കി പറയുന്ന പ്രാർത്ഥനകളൊക്കെ. അപ്പൊ അങ്കിള് പറഞ്ഞു, അതിന് യാതൊരു കുഴപ്പവും ഇല്ല, അറിയാവുന്നത് പ്രാർത്ഥിച്ചാൽ മതി. അപ്പൊ അന്ന് വരെ ഞാൻ ബാക്കി കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, ഇവര് പ്രാർത്ഥിക്കും എന്നുള്ളതിലുപരി വേറൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഞാനിങ്ങനെ പതുക്കെ മുക്കി മൂളിയൊക്കെ പതുക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ആന്റിക്ക് നല്ല പ്രവചനപരമുള്ള ആന്റി ആയിരുന്നു. പ്രവചനം എന്താണെന്നോ ദൂത് എന്താണെന്നോ ഒന്നും നമുക്ക് ആ സമയങ്ങളിലൊന്നും അറിഞ്ഞുകൂടാ. അപ്പൊ ആന്റി പ്രാർത്ഥിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പതുക്കെ തുടങ്ങിയപ്പോഴത്തേനും കൂടിപ്പോയി 2-3 വരി പറയുന്നതും സ്വർഗസ്ഥനായ പിതാവേ പറയുന്നത്, വേറൊന്നും അറിയില്ലല്ലോ പ്രാർത്ഥിക്കാൻ. അത് പറഞ്ഞപ്പോഴത്തേനും ആന്റി പതുക്കെ പ്രവചനം പറയാൻ തുടങ്ങി, ഭയങ്കരമായ ശബ്ദത്തില്. ഇങ്ങനെ എൻ്റെ വീട്ടിലെ ഞാൻ വളർന്നു വന്ന സാഹചര്യം, അതായത് ഞാൻ ചെറുപ്രായം തൊട്ട് എങ്ങനെ എൻ്റെ വീട്ടിൽ വളർന്നു വന്നോ, എവിടെ എങ്ങനെയൊക്കെ കാര്യങ്ങൾ നടന്നോ, എന്തൊക്കെ പഠിച്ചു, ഏതൊക്കെ അവസ്ഥയിൽ കൂടെ ഞാൻ കടന്നുപോയി, എൻ്റെ ഭവനത്തിന്റെ അന്തരീക്ഷങ്ങള്, പിന്നെ ഇനിയും വരുവാനുള്ള കാര്യങ്ങള്, അങ്ങനെയെല്ലാം കുറേ കാര്യങ്ങൾ പറഞ്ഞു. വരുവാനുള്ള കാര്യങ്ങൾ നമുക്കറിയത്തില്ലല്ലോ ആ സമയങ്ങളില്, പക്ഷെ ഈ കഴിഞ്ഞു പോയ കാര്യങ്ങൾ കേട്ടപ്പം എനിക്ക് വളരെ പേടി തോന്നി. കാര്യം ഞാൻ എൻ്റെ കൂട്ടുകാരികളുടെ അടുത്തോ അല്ലെങ്കിൽ മറ്റേ ഈ 2-3 വർഷം ഒരുമിച്ച് താമസിച്ചെങ്കിലും എൻ്റെ ഭവനത്തിൻ്റെതായ യാതൊരു കാര്യങ്ങൾ ഞാൻ അവരുടെ മുമ്പാകെ പറഞ്ഞിട്ടില്ല. എങ്ങനെയാണ് എന്താണെന്നൊന്നും ആർക്കും അറിയത്തുമില്ല.
ആ സമയത്ത് എൻ്റെ ഒരു മൂത്ത സഹോദരനുണ്ട്. മൂത്ത സഹോദരൻ ഇങ്ങനെ ഫിറ്റ്സിന്റെ അസുഖം വരുമായിരുന്നു. അപ്പം അതൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ആർക്കും അറിയത്തൂല. എന്നാല് ഈ ആന്റി പ്രവചനം പറഞ്ഞപ്പോ അത് ഉണ്ടാകാനുള്ള കാരണം മുതല് സകല കാര്യങ്ങളും പ്രവചനാത്മാവിലൂടെ ആന്റിക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അപ്പൊ എല്ലാവരും എന്നെ നോക്കുവാണ്. എന്നെ നോക്കുമ്പോൾ അവർക്കൊക്കെ വളരെ അതിശയമായി തോന്നി. കാര്യങ്ങളൊന്നും പറയാതെ ഈ ആന്റി, ഞാൻ മലബാറിൽ കിടക്കുന്ന ആന്റി, കോട്ടയത്ത് കിടക്കുന്ന ആന്റിക്ക് എന്റെ കാര്യങ്ങൾ അങ്ങനെ വെളിപ്പെടുത്തി. എനിക്കതൊരു ഭയങ്കര അതിശയമായിരുന്നു. അപ്പം നമ്മൾ വചനത്തിൽ വായിക്കുന്നത് പോലെ ആമേൻ സ്തോത്രം, അവര് കുത്തുകൊണ്ട ശേഷം അവരോട് ചോദിച്ചു, സഹോദരന്മാരെ രക്ഷപ്പെടുവാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ എനിക്ക് ഭയങ്കര വേദനയാ തോന്നിയത്, ഭയങ്കര പ്രയാസമാണ് തോന്നിയത്. ഞാൻ അവിടെ ഇരുന്ന് കുറേ നേരം ഇരുന്ന് കരഞ്ഞു. കാര്യം ഒരു ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വല്ലാത്തൊരു മാറ്റം വരുമല്ലോ. അതുപോലെ എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വളരെ പെട്ടെന്ന് പ്രവർത്തിച്ചു. എനിക്ക് ഭയങ്കരമായ വിഷമം തോന്നി. അവിടെ ഇരുന്ന് ഞാൻ കുറേ നേരം കരഞ്ഞു. അങ്ങനെ എൻ്റെ കൂട്ടുകാരികളെല്ലാം പറഞ്ഞു, എന്നാലും ഇത്രയും വർഷം നീ ഞങ്ങളുടെ കൂടെ താമസിച്ചിട്ട് ഈ കാര്യങ്ങളൊന്നും നീ പറഞ്ഞിട്ടില്ലല്ലോ. ആർക്കും ഒന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ അവിടെ അന്ന് കടന്നു പോയത് ഞങ്ങൾക്കൊക്കെയും വലിയൊരു വിടുതലായിരുന്നു. എന്തോ ദൈവം ഞങ്ങളില് ഒരത്ഭുതം പ്രവർത്തിച്ചതുപോലെ ഞങ്ങൾക്ക് വളരെ സമാധാനവും സന്തോഷവും ഒക്കെ ലഭിച്ചു. അങ്ങനെ ദൈവത്താൽ ഒരു മാറ്റം സംഭവിച്ച് വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നു. പക്ഷെ പോയതുപോലെയല്ല ഞങ്ങൾ തിരിച്ചു വന്നത്. ഞങ്ങൾക്ക് 6 പേർക്കും വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഞങ്ങൾ തിരിച്ചു വന്നു. പിന്നെ ഞങ്ങളൊരു പ്രാർത്ഥന, എല്ലാവരും ചേർന്നിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും, പാട്ട് പാടും. പക്ഷെ ഞങ്ങളുടെ ലോക്കൽസ് പിള്ളേരൊക്കെ ഞങ്ങളുടെ കൂടെയാണ്, ഞങ്ങളുടെ ഒരേ റൂമിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ പിള്ളേർക്കൊക്കെ ഈ മാറ്റം പെട്ടെന്ന് പിടികിട്ടി. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അവർ ഞങ്ങളോട് ചോദിക്കും, നിങ്ങൾ എവിടെയായി പോകുന്നത്? നിങ്ങൾ പോയിട്ട് വരുമ്പോൾ നിങ്ങൾ പോകുന്നത് പോലെ അല്ലല്ലോ തിരിച്ചു വരുന്നത്. നിങ്ങൾ വളരെ സന്തോഷമായിട്ട് തിരിച്ചു വരുന്നു. നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? എന്താ കാര്യം എന്നൊക്കെ ഇവര് പലപ്പോഴും ഞങ്ങളോട് ചോദിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ട്യൂട്ടേഴ്സ്, ഞങ്ങളുടെ സൂപ്രണ്ടന്റ്, ഇവരൊക്കെ ഞങ്ങളിൽ വരുന്ന ഈ മാറ്റം ഇവര് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പലതും ഞങ്ങൾ പ്രാർത്ഥിച്ച് നേടിയെന്ന് വേണം പറയാൻ. അവിടെ ഞങ്ങളുടെ സൂപ്രണ്ടന്റുമാർ, അതുപോലെ ഞങ്ങളുടെ ട്യൂട്ടേഴ്സ് ഒക്കെ എന്താ പറയുന്നത്, നമ്മൾ അവിടെയാണെങ്കിൽ ചെറിയൊരു പാർഷ്യാലിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ മാറ്റിയെടുത്തു. വളരെ വ്യതിയാനം അവിടെ ഉണ്ടാകാനിടയായി തീർന്നു. അതിനുശേഷം ഞങ്ങൾ അവിടെ മിക്കവാറും പോകും, പ്രാർത്ഥിക്കും. അങ്ങനെ അവിടെ ഒരു കൂട്ടായ്മ ആരംഭിച്ചു. അപ്പം മിക്ക ഞായറാഴ്ചകളിൽ ഞങ്ങൾ അവധിയുള്ളവരൊക്കെ കടന്നു പോകും. എല്ലാവരും നന്നായിട്ട് ആരാധിക്കും, തിരിച്ചു വരും. അങ്ങനെ ദൈവകൃപയാൽ ഞങ്ങൾ അവിടെ നിന്നും രക്ഷിക്കപ്പെടാനിടയായി. അപ്പോ ദൈവത്തിന്റെ ആത്മാവ് ഈ കുടുംബത്തോട് നേരത്തെ പറഞ്ഞിരുന്നു, നിങ്ങൾ കടന്നു ചെല്ലുമ്പം 6 കുട്ടികളെ ഞാൻ എനിക്കായി അവിടെ വേർതിരിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അവരോട് പോയി സുവിശേഷം പറഞ്ഞ് അവരെ നേടണമെന്നുള്ള ഒരു ദൗത്യവുമായിട്ടായിരുന്നു ദൈവാത്മാവ് അവരെ അയച്ചത്. ഞങ്ങള് അവിടെ ഉണ്ടായിരുന്നിടത്തോളം കാലം അവരവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം അവര് തിരികെ മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയി കടന്നുപോയി. സ്തോത്രം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങളുടെ പഠിത്തമൊക്കെ പൂർത്തീകരിച്ചു. ഞങ്ങളുടെ പഠിത്തം പൂർത്തീകരിക്കുമ്പോൾ ഞങ്ങളുടെ സീനിയർ ബാച്ചേഴ്സിനൊക്കെ അവർ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വളരെ നാളുകൾ എടുത്തു. എന്നാൽ ഞങ്ങള് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളാൽ പല കാര്യങ്ങൾ അവിടെ നടക്കുന്നു എന്ന് അറിഞ്ഞിട്ട് അല്പസ്വല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങൾക്ക് നേരിട്ടെങ്കിലും നമ്മൾ വചനത്തിൽ വായിക്കുന്നത് പോലെ ഇസ്രയേലിൽ നിന്നും അവർ ഓടിച്ചു കളഞ്ഞെന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ പഠനം കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളോടുള്ള ഒരു ഭീതി അവരുടെ മേൽ വീണിരുന്നത് കൊണ്ട് ഞങ്ങളെ ഓടിച്ചു കളഞ്ഞെന്ന് വേണം പറയാൻ. എത്രയും പെട്ടെന്ന് സർട്ടിഫിക്കറ്റുകളൊക്കെ ഞങ്ങൾക്ക് ഇഷ്യൂ ചെയ്ത് ഞങ്ങളെ അവിടുന്ന് എത്രയും പെട്ടെന്ന് ഞങ്ങൾ തിരിച്ചു പോരുവാനിടയായി. പഠനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. ഞങ്ങൾ 4-5 പിള്ളേര് ഡൽഹിക്കാണ് പോകുന്നത്. പിന്നെ 1-2 പേര് തിരിച്ച് നാട്ടിലേക്ക് പോയി. അവരുടെ ഭവനത്തിന്റെ അവസ്ഥ കാരണം അവർക്ക് ഡൽഹിക്ക് വരാൻ പറ്റിയില്ല. അങ്ങനെ അവര് തിരിച്ച് നാട്ടിലേക്ക് പോയി. ഞങ്ങൾ കടന്നു വന്ന ഈ 4 കുട്ടികള് ഒരുമിച്ചാണ് ഒരു റൂം എടുത്ത് ഞങ്ങൾ താമസിച്ചു. അധികം താമസിക്കാതെ ഞങ്ങൾക്ക് അവിടെ ജോലിയൊക്കെ ലഭിച്ചു. വളരെ സന്തോഷമായി ഞങ്ങൾ പോയി. എന്നാൽ ഞങ്ങൾ ആസാമിൽ നിന്ന് വന്ന ഒരു കൂട്ടായ്മ വളരെ സന്തോഷമായിരുന്നു. ആദ്യമായിട്ട് നമ്മൾ ദൈവത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ എത്രമാത്രം സന്തോഷിക്കുന്നതെന്നാ. അപ്പൊ ഞങ്ങൾക്ക് ഡൽഹി വന്നപ്പോൾ അതുപോലൊരു കൂട്ടായ്മ ഞങ്ങൾക്ക് അറിയത്തില്ല.
അപ്പൊ ഞങ്ങൾ പോകുന്ന വഴിക്കും കാണുന്ന വഴിക്കും എല്ലാം നോക്കും എവിടെയെങ്കിലും ചർച്ച ഉണ്ടോ. അങ്ങനെ പല സ്ഥലത്തും ഞങ്ങൾ നോക്കിയിട്ടും ഞങ്ങൾക്ക് അറിയത്തില്ല എവിടെ ചർച്ച ഉണ്ട്, ഏത് കൂട്ടായ്മ പോകണം, എങ്ങനെയാണ്, ഒന്നും അറിയില്ല. അങ്ങനെ ഞങ്ങൾ പലപ്പോഴും ഈ അങ്കിള് കുടുംബമായിട്ട് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യും. അങ്കിളെ, ഞങ്ങൾക്കൊരു പ്രാർത്ഥനയില്ല, ഞങ്ങൾക്ക് നഷ്ടമായി പോയി, ഡൽഹി വന്നത് ഞങ്ങൾക്ക് വലിയ നഷ്ടമായി പോയി, ജോലിയൊക്കെ കിട്ടിയെങ്കിൽ ഞങ്ങൾക്ക് അതുപോലെ ഒരു പ്രാർത്ഥന കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്കിള് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളോട് പറയും, നിങ്ങൾ ഇരിക്കുന്നിടത്ത് തന്നെ നീരുറവയുണ്ട്, നിങ്ങൾ തലപൊക്കി നോക്കിയാൽ മതി, അവിടെ തന്നെ നീരുറവയുണ്ട്, നിങ്ങൾ കാണാത്തത് കൊണ്ടാ എന്ന് പറയുമായിരുന്നു. അങ്ങനെ ഞങ്ങള് പിന്നത്തേതില് ഞങ്ങൾക്ക് കൂട്ടായ്മ ലഭിച്ചു. ഞങ്ങള് ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ആരാധനയ്ക്ക് ഞങ്ങൾ കടന്നുപോയി. അവിടെ ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മയായിരുന്നു. എല്ലാ കൂട്ടായ്മയിലും ഞങ്ങൾ പോകും. അങ്ങനെ അവിടെ വെച്ച് ഞങ്ങൾ സ്നാനപ്പെടാനിടയായി. ഞാനും എൻ്റെ വേറൊരു കൂട്ടുകാരിയും അതോടൊപ്പം വേറെ ചില ആൾക്കാരും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ചർച്ച് ഓഫ് ഗോഡ് എന്ന പ്രസ്ഥാനത്തിലോട് ചേർന്ന് ഞങ്ങൾ അവിടെ സ്നാനപ്പെട്ടു. ആരാധനയിൽ കൂട്ടായ്മയിൽ ഒക്കെ ഞങ്ങൾ കടന്നുപോയി. വളരെ സന്തോഷമായി. എന്നാൽ ഇതിനപ്പുറത്തൊരു മറുകാര്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞാൻ ഒറ്റയ്ക്കാണ് വിശ്വാസത്തിൽ വന്നതെന്ന്. അപ്പം ഞാൻ വീട്ടിലേക്ക് കൂട്ടായ്മയ്ക്ക് മുമ്പ്, ഞാൻ സ്നാനപ്പെടുന്നതിന് മുമ്പ് വീട്ടില് ഇങ്ങനെ ഒന്ന് കടന്നുപോയി. തികച്ചും ഒരു പെന്തക്കോസ്തായിട്ട് തന്നെ ഞാൻ കടന്നുപോയി, ആവരണമൊക്കെ ഇല്ലാതെ. വീട്ടുകാരുടെ ഒരു എന്താ പറയുന്നത്, അവരുടെ സമീപം എങ്ങനെ ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടൊന്ന് കടന്നുപോയി. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറത്തായി എതിരായിരുന്നു. വളരെ ഭാരവും വളരെ ബുദ്ധിമുട്ടും ഒക്കെ ആയിരുന്നു. നമുക്കറിയാമല്ലോ, ഒരാള് പ്രത്യേകിച്ച് ആ സമയം എന്ന് പറയുന്നത് നല്ല യൗവനപ്രായമാണ്, കല്യാണം കഴിഞ്ഞിട്ടില്ല, അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയുണ്ട്. എന്നിരുന്നാലും ഞാൻ വീട്ടിലൊന്ന് പോയി നോക്കിയപ്പോൾ എൻ്റെ സഹോദരങ്ങള് അതുപോലെ എൻ്റെ മാതാവോ പിതാവോ വളരെ പ്രതികൂലമായിരുന്നു, വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഞാൻ അല്പസ്വല്പമൊക്കെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറത്തെ എതിരായിരുന്നു. അങ്ങനെ ഞാന് പെട്ടെന്ന് തന്നെ അവധിക്ക് മുമ്പ് തന്നെ ഞാൻ തിരിച്ച് ഡൽഹിക്ക് പോന്നു. തിരിച്ചു വന്ന് കൂട്ടായ്മയും കൂട്ടുകാരുടെ ഒക്കെ കൂടെയുള്ള ജീവിതമൊക്കെ അങ്ങനെ സന്തോഷകരമായി പോയിരിക്കുമ്പോൾ ഞങ്ങള് പഠിത്തമൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് കല്യാണത്തിനൊക്കെ ഉള്ള സമയമായി. അങ്ങനെ ഞങ്ങൾക്ക് ഒരു എല്ലാ ചർച്ചും കൂടെ ഡൽഹിയിൽ വെച്ചൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു, ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഞങ്ങളൊക്കെയും കടന്നു പോയപ്പോൾ അവിടെ നിന്നും എനിക്ക് ഒരു വിവാഹാലോചന വരാനിടയായി. ഇപ്പം എൻ്റെ ഹസ്ബൻഡിന്റെ. അങ്ങനെ ഞങ്ങള് എൻ്റെ അമ്മയുടെ, എൻ്റെ മദർ ഇൻ ലോയുടെ അനിയത്തിയാണ് കല്യാണം ആലോചിച്ചത്. വീട്ടിൽ ചെന്ന് ചോദിച്ചു, പക്ഷെ അവർക്കൊന്നും അത്ര താല്പര്യമില്ലായിരുന്നു. അവർ പറഞ്ഞു ഞങ്ങൾക്ക് പെന്തക്കോസ്തിനോട് അങ്ങനെ വലിയ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞു വിട്ടു. എങ്കിലും പല പ്രാവശ്യം ഇവർ ചെന്ന് അങ്ങനെ ആ കല്യാണം നടക്കുവാനിടയായി. പക്ഷേങ്കിൽ അത് എൻ്റെ വീട്ടിൽ വെച്ചല്ല, എൻ്റെ സഹോദരന്റെ വീട്ടിൽ വെച്ചായിരുന്നു. കാര്യം എൻ്റെ പിതാവ് അത്രമാത്രം എതിർപ്പായിരുന്നു. എൻ്റെ വീട്ടിൽ വെച്ച് കല്യാണം നടത്താൻ ഞാൻ അനുവദിക്കത്തില്ല, അതുപോലെ ഞാൻ ആരെയും വിളിക്കത്തില്ല, അങ്ങനെയൊക്കെ ആരുമില്ലായിരുന്നു ഞങ്ങളുടെ വിവാഹത്തിന്. എൻ്റെ സഹോദരനും അതുപോലെ ഒന്ന് രണ്ട് അടുത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിൽ അത്രമാത്രം എതിർപ്പായിരുന്നു ആ സമയങ്ങളിൽ. ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നതുകൊണ്ടും അതുപോലെ ഒരു മാര്യേജ് ഒന്നും ചെയ്യാത്ത ഒരാൾ വിശ്വാസത്തിൽ വന്ന എത്രമാത്രം കടുത്ത എതിർപ്പാണ് ഭവനത്തിൽ നിന്ന് വരുന്നത് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ വളരെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിലും മാര്യേജ് കഴിഞ്ഞു. പിന്നെ എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ എല്ലാവരും ഓൾറെഡി വിശ്വാസത്തിലായിരുന്നത് കൊണ്ട് അവർക്ക് അത്ര കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും ഡൽഹിക്ക് തന്നെ മടങ്ങി വന്നു. ഹസ്ബൻഡ് ഡൽഹിയിൽ ഓൾറെഡി ജോലിയായിരുന്നു, ഞാൻ ഡൽഹിയിലായിരുന്നതുകൊണ്ട് ഡൽഹിയിൽ മടങ്ങി വന്നു. ഞങ്ങൾ വീടൊക്കെ എടുത്ത് താമസിച്ചു. എന്നാൽ അതിനുശേഷം ഒരു 3 മാസമൊക്കെ കഴിഞ്ഞപ്പം എൻ്റെ ആദ്യത്തെ പ്രഗ്നൻസിയിൽ അവിടം തൊട്ടാണ് ശരിക്കും എൻ്റെ ദൈവത്തെ എനിക്ക് ശരിക്കും രുചിച്ചറിയുവാനിടയായത്. നമ്മൾ വിചാരിക്കും വിശ്വാസത്തിൽ വന്നു, കർത്താവിന്റെ കൽപ്പന അനുസരിച്ചു, ഇനി നമുക്ക് സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ അങ്ങ് പോകും എന്നൊക്കെ നമ്മൾ വിചാരിച്ചു. പക്ഷെ അതിനുശേഷം വളരെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ തന്നെ, ഹല്ലേലൂയ സ്തോത്രം, വളരെ കഷ്ടതയുടെ നടുവിൽ കൂടെ, തീച്ചൂളയുടെ ഇടയിൽ കൂടെ ഞാൻ കടന്നുപോയി. വചനം പറയുന്നത് പോലെ മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അയ്യോ യഹോവേ, എന്റെ പ്രാണനെ വിടുവിക്കണമേ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ കടന്നുപോയി. 3 മാസം എന്റെ പ്രഗ്നൻസിയിലായിരുന്നപ്പോൾ ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലവും ഞാൻ താമസിക്കുന്ന സ്ഥലവും തമ്മിൽ ഒരു 1.5 മണിക്കൂറത്തെ വ്യത്യാസമുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ബസ്സിനായിരുന്നു പോയി വരുന്നത്. ഡൽഹിയിലെ നല്ല ചൂടറിയാമല്ലോ.
ഭയങ്കര ചൂടിന്റെ സമയത്തിലൊക്കെ ഈ പോക്കും വരവും ഒക്കെ ആയിരുന്നത് കൊണ്ട് ഞാൻ വളരെ ക്ഷീണിതയായി. പിന്നെ പ്രഗ്നൻസി, ഫുഡിന്റെ കുറവ്, അങ്ങനെ വളരെ ക്ഷീണിതയായിരുന്ന അവസ്ഥയിൽ ഒരു ദിവസം എനിക്ക് പനി പിടിച്ചു. എന്നാൽ ഈ പനിയുടെ കാഠിന്യം എത്രമാത്രം ചെറിയ ചെറിയ അവസ്ഥകളിലൊക്കെ ഞാൻ കടന്നു പോയെങ്കിലും എനിക്കറിയാവുന്ന മരുന്നുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തു. പക്ഷെ ഈ പനി ഒന്നിനൊന്നിന് കൂടി വന്നു. അങ്ങനെ ഒരു ദിവസം ഒരു രാത്രി 2 മണി ആയപ്പോഴത്തേനും ഞാൻ പതുക്കെ വളരെ ക്ഷീണിതയായി അബോധാവസ്ഥയിലേക്ക് പോകാനിടയായി. അങ്ങനെ പെട്ടെന്ന് അവര് ഓൾ ഇന്ത്യ മെഡിക്കൽ കോളേജ്, അതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ അന്ന്, അപ്പൊ ഓൾ ഇന്ത്യ മെഡിക്കൽ കോളേജിൽ എന്നെ കൊണ്ടുപോകാനിടയായി. അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പം ഒരു അൺകോൺഷ്യസ് ലെവലിലാണ് ചെല്ലുന്നത്. പക്ഷെ ഒരു എമർജൻസി സിറ്റുവേഷൻ ഞങ്ങൾ ചെന്ന ഹോസ്പിറ്റലുകാര് അന്ന് തന്നെ അഡ്മിറ്റ് ആക്കാനൊന്നും തയ്യാറായില്ല. പകരം അവര് അന്ന് അവർക്ക് എന്താ പറ്റിയത്, ദൈവത്തിന്റെ ഹിതമായിരുന്നായിരിക്കാം, എനിക്കറിയില്ല. എമർജൻസി ചെന്നപ്പോ അവര് കൊണ്ടുചെന്നവരെ വഴക്ക് പറഞ്ഞു. അവര് പറഞ്ഞു, വീട്ടില് മരിക്കാൻ സ്ഥലമില്ലാതിരുന്നിട്ടാണോ നിങ്ങൾ ഈ ഹോസ്പിറ്റലിലേക്ക് ഈ പേഷ്യന്റിനെ ഇപ്പൊ കൊണ്ടുവന്നത്? ഇത് മരിച്ചുപോയ അവസ്ഥയിലായി, അതുകൊണ്ട് ഇവിടെ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവര് തിരിച്ചു വിട്ടു. അപ്പൊ തിരിച്ചു വിട്ടപ്പോഴത്തേനും എന്റെ ഹസ്ബൻഡ് ഉണ്ട്, പിന്നെ ഞങ്ങളുടെ വീടിന്റെ മേളില് വേറൊരു വിശ്വാസിയാണ് അന്ന് താമസിക്കുന്നത്, അവിടുത്തെ പയ്യനും ഉണ്ട്. അപ്പൊ ഞങ്ങളൊരു 3 പേരേ ഉള്ളൂ ആകെ. അപ്പൊ ഞങ്ങള് തിരിച്ചു വിട്ട അവസ്ഥയിൽ വീട്ടിൽ കൊണ്ടു ചെല്ലാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലില്, ഇർവിൻ ഹോസ്പിറ്റലാണ് അന്ന് ഞാൻ ജോലി ചെയ്യുന്നത്, മൗലാന ആസാദ് മെഡിക്കൽ കോളേജ് എന്ന് പറയും. അവിടെയാണ് ഞാൻ അന്ന് ജോലി ചെയ്യുന്നത്. അങ്ങനെ അവിടെ കൊണ്ടുപോയി, അവര് തിരിച്ചു കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ആക്കി. അവിടെ അഡ്മിറ്റ് ആക്കിയപ്പോഴത്തേനും അവരും കൂടുതലായിട്ടൊന്നും ചെയ്തില്ല, ഏതായാലും മരിച്ചു പോകും, വലിയ ബോധമൊന്നുമില്ല. അപ്പൊ ഇതുകൊണ്ട് അവര് മരിക്കാൻ വേണ്ടി എപ്പോഴാ തീരുന്നത് എന്നുള്ള ഒരവസ്ഥയിൽ അവരിങ്ങനെ ഒരു മൂലയ്ക്ക് എന്നെ അവിടെ ഇട്ടിരിക്കുകയാണ്, ഒരു കട്ടിലേല്. അപ്പം ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ അവിടെ കൊണ്ടുചെന്നപ്പോ തന്നെ ഏകദേശം നേരം വെളുക്കാറായി, 5 മണിയോളമായി. അത് കഴിഞ്ഞൊരു 7 മണി ആയപ്പം ഇവര് ഹാൻഡ് ഓവർ കൊടുക്കും. ഡോക്ടേഴ്സ്, എമർജൻസി ഡ്യൂട്ടിയിലുള്ള ഡോക്ടേഴ്സ് ഹാൻഡ് ഓവർ കൊടുത്ത് അടുത്ത ഷിഫ്റ്റിന് ആൾക്കാർ വരും. അപ്പൊ അടുത്ത ഷിഫ്റ്റിന് വന്ന ഡോക്ടേഴ്സ് എന്റെ ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സാണ്. ഞാനിന്ന് പെഡിയാട്രിക്കിലാണ്, ഞാനിന്ന് അഡൽട്ടിലാണ് ജോലി ചെയ്യുന്നത്, കിഡ്നി ഡിപ്പാർട്ട്മെന്റില്. അപ്പൊ അന്നുള്ള ആ ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സാണ് ഡ്യൂട്ടിക്ക് വേണ്ടി കടന്നു വരുന്നത്. അപ്പൊ ഇവര് വന്ന് ഹാൻഡ് ഓവർ എടുക്കുമ്പം അവര് ഹാൻഡ് ഓവർ ചെയ്ത എല്ലാ പേഷ്യന്റിന്റെയും അടുത്ത് വന്ന് അവരുടെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കും. അങ്ങനെ എന്റെ അടുത്തും വന്നു. എന്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവരെന്നെ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്തു. ഇവര് പറഞ്ഞു, അയ്യോ ഇത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ സിസ്റ്റർ അല്ലേ ഈ കിടക്കുന്നത്, എന്താ പറ്റിയേ, എന്താ ഇവർക്കൊന്നും കൊടുത്തിട്ടില്ല, എന്താ അസുഖം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവര് പെട്ടെന്ന് എന്റെ അടുത്ത് വന്ന് ആദ്യം ഇവര് ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത് എന്റെ ബ്ലഡ് ടെസ്റ്റും എന്റെ കാര്യങ്ങളും കൂടിയാണ്. ഇവര് IV ഫ്ലൂയിഡ് ഇട്ടു. അങ്ങനെ അവര് പെട്ടെന്ന് എനിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ചെയ്തു കഴിഞ്ഞ് ഇവർ എന്നെ പെട്ടെന്ന് യൂണിറ്റിലേക്ക്, വേറെ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത ശേഷം ഇവര് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു. എന്ത് പറ്റി, എങ്ങനെ പറ്റി, എന്താ അസുഖം. അങ്ങനെ ഇവര് ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മലേറിയ അതിന്റെ മൂർധന്യത്തിൽ എത്തി നിൽക്കുന്നത്. അപ്പൊ ഞാൻ 3 മാസം പ്രഗ്നന്റും കൂടെയാണ്. അപ്പം ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് ഒരാളെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ, ഒന്നുകിൽ ഈ കുട്ടിയെ രക്ഷിക്കാം അല്ലെങ്കിൽ അമ്മയെ രക്ഷിക്കാം, അപ്പൊ നിങ്ങളുടെ കൺസെന്റ് വേണമെന്ന് പറഞ്ഞു. അപ്പം ഹസ്ബൻഡ് കൺസെന്റ് കൊടുത്തു. പറഞ്ഞു സ്വാഭാവികമായിട്ടും അമ്മ രക്ഷപ്പെടണം എന്ന് പറഞ്ഞ് കൊടുത്തു. അങ്ങനെ കൺസെന്റ് കൊടുത്തു കഴിഞ്ഞ് ഇവരെനിക്ക് ക്ലോറോക്യൂൻ തന്നപ്പോ ഇവർ പറഞ്ഞു കുട്ടി അബോർഷൻ ആയി പോകും, ഇൻ കേസ് കുഞ്ഞുണ്ടെങ്കിൽ തന്നെ അതിന് അംഗവൈകല്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും, അതുകൊണ്ട് കൺസെന്റ് മേടിക്കുന്നത് അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ അവര് ക്ലോറോക്യൂൻ തന്നു. പിന്നെ ഭയങ്കര പനി, ദിവസങ്ങളോളം ഭയങ്കര പനിയായിരുന്നു. അതിനൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്തു. ഏതാണ്ട് 1-2 ആഴ്ചയോളം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു. അതിനുശേഷം അവർ ഡിസ്ചാർജ് ചെയ്തു, വീട്ടിൽ വിട്ടു. എന്നാൽ ആ പ്രഗ്നൻസി മുഴുവനും എനിക്ക് ബെഡ് റെസ്റ്റ് ആയിരുന്നു. ഞാൻ ഒരിക്കലും ഡ്യൂട്ടിക്ക് പിന്നെ ജോയിൻ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഇവര് സ്തോത്രം അബോർഷനായി പോകുമെന്ന് പറഞ്ഞ ആ കുഞ്ഞ് കൃപയാൽ ഇന്ന് ഇവിടുത്തെ ഒരു മെഡിക്കൽ ഡോക്ടറാണ്. അവള് അനേക പേഷ്യൻസിനെ ഇന്ന് ചികിത്സിക്കുന്ന ആ ജോലിയിലേക്ക് കർത്താവ് കടത്തി വിട്ടു. സ്തോത്രം. കുഞ്ഞ് ഞാന് അത് കഴിഞ്ഞ് മെഡിക്കൽ ചെക്കപ്പിനൊക്കെ ചെന്ന സമയം ഞാൻ ഫിറ്റ് അല്ലാഞ്ഞതുകൊണ്ട് ഒരിക്കലും എന്റെ ഡ്യൂട്ടി ചെയ്യാൻ അനുവദിച്ചില്ല. ഒരു ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോയപ്പം പെട്ടെന്ന് അവര് എന്നെ പിടിച്ച് അഡ്മിറ്റ് ആക്കി. അങ്ങനെ 7-ാം മാസത്തില് ഈ ക്ലോറോക്യൂനിന്റെ റിയാക്ഷൻ മൂലം 7-ാം മാസത്തിലെ കുഞ്ഞ് ജനിക്കുവാനിടയായി. അപ്പൊ ഈ കുഞ്ഞുണ്ടായപ്പോഴത്തേനും 1 കിലോ എങ്ങാണ്ട് മിച്ചമേ അവൾക്ക് വെയിറ്റ് ഉണ്ടായിരുന്നുള്ളൂ, തീരെ ചെറിയതായിരുന്നു. അപ്പം അതുകൊണ്ട് കുഞ്ഞ്
ജീവിക്കുകയില്ല, മരിച്ചു പോകുമെന്ന് എല്ലാവരും അവിടെ വെച്ച് തന്നെ വിധി എഴുതി. എന്നാലും അവര് വെന്റിലേറ്ററിൽ ഇടുവോ അല്ലെങ്കിൽ ഇൻക്യുബേറ്റർ വെക്കുകയോ ഒന്നും ചെയ്തില്ല, ആക്റ്റീവ് ആയിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തന്നു. എന്നാലും ഞങ്ങള് വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങളുടെ ചർച്ചിൽ നിന്ന് ആൾക്കാരൊക്കെ കാണാൻ വരുമ്പോൾ ഓരോരുത്തരെയായിട്ട് പറഞ്ഞു വിടും, പെട്ടെന്ന് ചെന്ന് കുഞ്ഞിനെ കാണാനുള്ള ഒരു കണ്ടോണം, കാര്യം ഈ കുഞ്ഞ് ജീവിക്കത്തില്ല, അത്രമാത്രം ചെറുതാണ്, വെയിറ്റ് ഇല്ല, അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെന്ന് കണ്ടോ എന്ന് പറഞ്ഞ് എല്ലാവരെയും പറഞ്ഞു വിടും. ഈ കുഞ്ഞുണ്ടായ നാൾ മുതൽ ഇവിടെ ജീവനോട് പിശാചിന് വാദമായിരുന്നു. ശത്രു എങ്ങനെയെങ്കിലും ഇവിടെ തകർത്ത് കളയണം എന്നുള്ളൊരു വാദമായിരുന്നു. കുഞ്ഞുണ്ടായി ഏകദേശം ഒരു 3-4 മാസം കഴിഞ്ഞപ്പോ തൊട്ട് ഈ കുഞ്ഞിന് യൂറിൻ ഇൻഫെക്ഷൻ ആണ്. എത്ര ശ്രമിച്ചാലും രോഗം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എല്ലാ മാസവും ഹൈ ടെമ്പറേച്ചറും യൂറിൻ ഇൻഫെക്ഷനുമാണ്. അങ്ങനെ എല്ലാ വിധത്തിലുള്ള ചികിത്സകളും ഞങ്ങൾ നോക്കി, പക്ഷെ ഒന്നും ഫലപ്രദമാകുന്നില്ല. അവസാനം ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു സഹോദരി ജോലി ചെയ്യുന്ന ഒരു ലാബില് ഞങ്ങൾ യൂറിൻ കൊണ്ടു കൊടുത്തപ്പം ആ സഹോദരി പറഞ്ഞു, എൻ്റെ അച്ചായ ഇത് പിന്നെ കിഡ്നിയില് ട്യൂബർകുലോസിസ് ആണെന്നാണ് ഇവിടെ ഡയഗ്നോസിസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു രോഗമാണ്. അപ്പം അതുകൊണ്ട് ഈ കുഞ്ഞിന് ഇതിങ്ങനെ തീരാവ്യാധിയായിട്ട്, അത് മാറാൻ പ്രയാസമായിട്ടെന്നാ നിങ്ങൾ ട്യൂബർകുലോസിന്റെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ഒരു ഡോക്ടർ, അതായത് ലാബിലെ ഡോക്ടറും കൂടെ കാണിച്ചു. അങ്ങനെ അവരെല്ലാവരെയും വിളിച്ച് കാണിച്ചു. അപ്പൊ എല്ലാവർക്കും ഒരേ റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ഇത് കേട്ടപ്പം വളരെ വിഷമായി. ശത്രുവിനോട് പിടിച്ചു പറിച്ചതാണ് ഈ തലമുറയെ. അപ്പം ദൈവമേ, അങ്ങനെ ഒരു അവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് ഞങ്ങൾക്കൊക്കെയും പ്രയാസമായി. അങ്ങനെ ഞങ്ങള് ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരാളുടെ അഭിപ്രായം കൊണ്ട് അങ്ങനെ ട്യൂബർകുലോസിന്റെ മെഡിസിൻ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഞാൻ ആ സമയത്ത് ജോലി ചെയ്തത് പെഡിയാട്രിക്കില്, വലിയൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് പെഡിയാട്രിക്കിലെ ജോലി ചെയ്യുന്നത്. അപ്പൊ എന്റെ ഡോക്ടറെ ഞാൻ കൊണ്ടുപോയി കാണിച്ചു. അപ്പൊ അവര് പറഞ്ഞു, സിസ്റ്ററെ, ഒരു പ്രാവശ്യം ഒരു ഡോക്ടർ ഒരു സ്ഥലത്തുനിന്ന് പറഞ്ഞ് നമുക്ക് പെട്ടെന്നൊന്നും ട്രീറ്റ്മെന്റ് ചെയ്യാനൊക്കത്തില്ല, കൊച്ചു കുഞ്ഞല്ലേ, അതുകൊണ്ട് നമുക്ക് ജീവിതം വിട്ട് കളിക്കാനൊക്കത്തില്ല, നിങ്ങളൊരു കാര്യം ചെയ്യുക, ബാക്കിയുള്ള ട്രീറ്റ്മെന്റുകൾ ഇൻവെസ്റ്റിഗേഷൻ എല്ലാം ചെയ്യാം എന്നും പറഞ്ഞു കുറെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ ഏതായാലും ഈ മെഡിസിൻ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നില്ല, നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണെന്ന് നോക്കാം. അപ്പം അതിനപ്പുറത്തായിട്ട് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം ഒരു ദിവസം എന്നും ഇങ്ങനെ അസുഖമായിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വളരെ ഭാരമായി, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ജോലിക്ക് പോയിട്ട് തിരിച്ചു വന്നാൽ ഇത് അസുഖം, അങ്ങനെ ഞങ്ങൾക്കും ഭാരമായി. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ഈ കുഞ്ഞിനെ, ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ പ്രാർത്ഥിക്കാനിരുന്നപ്പോ ഈ കുഞ്ഞിനെ ഞങ്ങളുടെ നടുവിലിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കൈ വെച്ച് പ്രാർത്ഥിച്ചു, ദൈവത്തോട് നിലവിളിച്ചു, കർത്താവെ, നിന്നിൽ നിന്ന് നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങൾ പിടിച്ചു വാങ്ങിച്ച കുഞ്ഞാ നീ, അതുകൊണ്ട് ഈ കുഞ്ഞിനെ ആരോഗ്യത്തോടെയും ബലത്തോടെയും നീ ഞങ്ങൾക്ക് തരണം. അല്ല, നിന്റെ ഹിതമാണ് ഈ കുഞ്ഞിനെ എടുക്കേണ്ടതെങ്കിൽ നീ എടുത്തു കൊള്ളണം. ഞങ്ങൾക്ക് വളർത്താൻ പ്രയാസമായി, ഇങ്ങനെ ഈ രോഗത്തിൽ കൂടെ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പ്രയാസമായി എന്ന് പറഞ്ഞ് ഞങ്ങൾ വളരെ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഈ കുഞ്ഞിനെ നല്ലതുപോലെ വെള്ളമൊക്കെ കുടിപ്പിച്ച് ഞങ്ങളെ യൂറിൻ കളക്ട് ചെയ്ത് അടുത്ത ലാബിൽ കൊണ്ടു കൊടുത്തു. ഇതേ ലാബില്, ഞങ്ങളുടെ സിസ്റ്റർ തന്നെ നോക്കുന്ന ട്യൂബർകുലോസിസ് ആന്ന് പറഞ്ഞ അതേ ലാബില് ഞങ്ങൾ കൊണ്ടുപോയി കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാനാ എന്ന് പറഞ്ഞു കൊണ്ടു കൊടുത്തു. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, അന്ന് നോർമലായി, ആ കുഞ്ഞിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല, യൂറിൻ നോർമലാണെന്ന് പറഞ്ഞു. അപ്പൊ അവര് ഈ പറഞ്ഞ ഡോക്ടറെ വിളിച്ച് കാണിച്ചു. അതോടൊപ്പം അന്ന് അവര് കണ്ടിരുന്ന എല്ലാ ആൾക്കാരെയും വിളിച്ചു കാണിച്ചു. അതേ കുഞ്ഞിന്റെ യൂറിനാണ്, നിങ്ങൾ നോക്കിക്കേ എന്ന് പറഞ്ഞ് കാണിച്ചപ്പം എല്ലാവരും പറഞ്ഞു, ഇല്ല, ഇവര് ഈ കുഞ്ഞിന് വേണ്ടി വേറെ ഏതോ ട്രീറ്റ്മെന്റ് ആരുടെയെങ്കിലും ത്രൂവിൽ നടത്തിയതായിരിക്കും, അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ വ്യത്യാസപ്പെടാൻ കാര്യമില്ല എന്ന് പറഞ്ഞു. എന്നാൽ കൃപയാല് ഇന്ന് വരേക്കും പിന്നീട് ആ അസുഖം ഈ കുഞ്ഞിന് ഇന്ന് വരെയും ഉണ്ടായിട്ടില്ല. ഇന്ന് അവക്ക് 31 വയസ്സായി. തമ്പുരാൻ അന്ന് അവളെ ട്രീറ്റ്മെന്റ് ചെയ്ത് സൗഖ്യമാക്കിയതാണ്. മറ്റൊരു ട്രീറ്റ്മെന്റിനും പോകാൻ ഇടയാക്കാതോണം കർത്താവ് അവളെ സൗഖ്യമാക്കി. സ്തോത്രം. അങ്ങനെ അവൾ വളർന്നു വന്നു. അതിനിടയില് ബുദ്ധിമുട്ടും ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെയും ഉണ്ടായിരുന്നു. സ്തോത്രം. കിട്ടുകയില്ല എന്ന് പറഞ്ഞ കുഞ്ഞാണ്. എന്നാൽ കർത്താവ് അവിടെ അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവനെ പരിപാലിച്ചു, കർത്താവ് സൂക്ഷിച്ചു. അതിനുശേഷം എനിക്ക് മറ്റൊരു തലമുറയെ കൂടി 5 വർഷത്തിന് ശേഷം തന്നു, അവിടെയും കർത്താവ് പരിപാലിച്ചു. അങ്ങനെ ഞങ്ങള് 2005 സ്തോത്രം, അന്ന് ആന്റി പറഞ്ഞ ആലോചന പ്രകാരം ഞങ്ങൾ ഈ ദേശത്തേക്ക് കടന്നു വരുവാൻ ഇടയായി. അന്ന് ആന്റി ഒരു
പ്രവചനം ചെയ്തായിരുന്നു, നിന്നെ ഞാൻ ആകാശ മധ്യത്തിലൂടെ ദൂരദേശത്ത് അയക്കും. അങ്ങനെ ഒരു വർഷം ഈ കുഞ്ഞുണ്ടായ ശേഷം ഞാൻ സൗദിക്ക് പോയി. സൗദിക്ക് പോയി ഒരു വർഷമേ നിന്നുള്ളൂ. അതിനുശേഷം കുഞ്ഞിന്റെ അസുഖമായതിനാൽ ഞാൻ മടങ്ങി വന്നു. അതിനുശേഷം പിന്നെയും ഞാൻ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെ ജോലി ചെയ്യുകയായിരുന്നു. അങ്ങനെ 2005 ഞങ്ങൾ UK പ്രദേശത്തേക്ക് ദൈവം ഞങ്ങളെ അയച്ചു. ഇവിടെ കടന്നു വന്ന ശേഷവും ആമേൻ സ്തോത്രം, ദൈവം ഞങ്ങളെ പരിപാലിച്ചു, സൂക്ഷിച്ചു. ജോലിയുടേതായ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നും ഞങ്ങൾക്കുണ്ടായില്ല. മറ്റുള്ളവർക്കുണ്ടായിരുന്നത് പോലെ യാതൊരു പ്രശ്നവും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. എന്നാൽ ഒരു കൂട്ടായ്മ ഇല്ലാത്തതിൽ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ ആദ്യം വന്ന സ്ഥലത്ത് ഒരു കൂട്ടായ്മയിലായിരുന്നു. ഞാൻ ആദ്യം വന്നത്. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഫാമിലി കൊണ്ടുവന്നു. ഈ ഒരു വർഷം ഞാൻ ഒറ്റയ്ക്കായിരുന്നത് കൊണ്ട് എനിക്ക് വണ്ടിയില്ല, അല്ലെങ്കിൽ കൂട്ടായ്മകൾ എവിടെയാണ് എങ്ങനെയാണ് ഒന്നും അറിയത്തില്ല. അപ്പം ഞാൻ തന്നെ പ്രാർത്ഥിക്കും, ഒന്നും ദൈവത്തോട് നിലവിളിക്കും, കർത്താവേ എനിക്കൊരു കൂട്ടായ്മ തരണേ, ഞാൻ കൂട്ടായ്മയിൽ നിന്ന് കടന്നു വന്ന് എനിക്ക് ദൈവമില്ല ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഉപവസിക്കും, പ്രാർത്ഥിക്കും, ദൈവത്തോട് നിലവിളിക്കും. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് ഞാൻ ഫാമിലി കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്ന ഏതാനും ദിവസങ്ങൾ ഞങ്ങൾ ഒരു 40 ദിവസം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഈ ദേശത്ത് വന്നിരുന്നു ഉപവസിച്ചു പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ശേഷം ദൈവം ഒരു കണ്ണിന് കാണാത്ത, ഒരു ചെവിക്ക് കേൾക്കാത്ത, ആരുടെയും ഹൃദയത്തിൽ തോന്നാത്ത വിധം അത്ഭുതങ്ങള് ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു. വളരെ ശ്രേഷ്ഠകരമായിട്ട് തന്നെ എന്ന് വേണം പറയാൻ. ദൈവം ഞങ്ങളെ നടത്തി. ആമേൻ സ്തോത്രം. ഞാനന്ന് ഇവിടെ കെയറായിട്ടാണ് കടന്നു വന്നത്. കെയറായിട്ട് കടന്നു വന്ന് പിന്നെ ഇവിടെ നേഴ്സായിട്ട് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എക്സാം ഒക്കെ പാസ്സാകണമല്ലോ. അപ്പൊ അന്ന് ഞങ്ങൾക്ക് എക്സാം പാസ്സാകണമെന്നുണ്ടെങ്കിൽ അതിന് യൂണിവേഴ്സിറ്റി പോയി പഠിക്കുകയും കാര്യങ്ങളും ഒക്കെ വേണം. കാര്യം ഞാൻ സൗദിയിൽ നിന്നാണ് വരുന്നതെങ്കിൽ അവർക്ക് 6 മാസം മറ്റുള്ളവരുടെ കൂടെ നിന്ന് പഠിക്കാം. പക്ഷെ ഞാൻ ഡൽഹിയിൽ നിന്ന് വന്നതുകൊണ്ട് അതിവിടെ അനുവദനീയമല്ല, നമ്മൾ പോയി പഠിക്കണം. അങ്ങനെ എനിക്ക് അതിനുള്ള സാവകാശം ഇല്ലാതിരുന്നത് കൊണ്ട് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ നീയാണ് ഇവിടെ കൊണ്ടുവന്നതെങ്കിൽ ബാക്കി കാര്യം നീ ചെയ്തു തരണം. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്തെങ്കിലും ഞങ്ങൾക്ക് ഈ കോഴ്സിന് കടന്നു പോകാൻ വേണ്ടി ഒരു അവസരം ലഭിച്ചു. അങ്ങനെ അതിന് അല്പം പൈസ കൊടുക്കണമായിരുന്നു. അന്ന് ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. അപ്പം ബാങ്കിൽ ചെന്ന് ഞങ്ങൾ ലോണിന് ആർക്കും ലോൺ കൊടുക്കാത്തൊരു അവസരമാണ്. കാര്യം ഞാൻ വന്നിട്ട് അധികം നാളായില്ല. ലോൺ കിട്ടാൻ ഒരു ചാൻസും ഇല്ല. എന്നിരുന്നാലും വെറുതെ പോയി അന്വേഷിക്കാം എന്നും പറഞ്ഞ് ഞാനും ഹസ്ബൻഡും കൂടെ പോയി ചെന്ന് ദൈവമായ കർത്താവോട് അത്ഭുത വഴി 5 മിനിറ്റിനുള്ളിൽ എനിക്ക് ആവശ്യമായ പൈസ അവര് സാങ്ഷൻ ആക്കി തന്നു. അങ്ങനെ എനിക്ക് കോഴ്സ് ചെയ്യാനും നേഴ്സായിട്ട് ജോലി ലഭിക്കാനും ഒക്കെ ഇടയായി. എന്നാൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കെയർ ഹോമില് അന്ന് മറ്റൊരു സ്ഥലത്ത് പോയി കോഴ്സ് ചെയ്യുവാൻ അനുവദിക്കത്തില്ല. കാര്യം ഇതിന്റെ അണ്ടറിലാണ് വർക്ക് പെർമിറ്റ് തന്നിരിക്കുന്നത്. അപ്പൊ അവിടെ തന്നെ നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞ 41 ദിവസം ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ അവിടെ ഉണ്ടായിരുന്ന എൻ്റെ മലയാളി കൂട്ടുകാരോടൊക്കെ ഞാൻ പറഞ്ഞു, നിങ്ങൾ വേറെ ജോലി അന്വേഷിച്ചോണം, ഇതായിട്ട് പിടിച്ചു നിൽക്കരുത്, ചിലപ്പോൾ ഈ ഹോമങ്ങാനും പൂട്ടിപ്പോയെങ്കിലോ. അപ്പൊ അവരൊക്കെ എന്നെ കളിയാക്കി. കാര്യം അന്ന് അവിടെ നിറച്ചും പേഷ്യൻ്റ് ഉണ്ട്, പൂട്ടാനുള്ള യാതൊരു സാവകാശവും അന്നില്ല. എല്ലാ കാര്യത്തിലും വളരെ നന്നായി നടക്കുന്ന ഒരു ഹോമാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വേറെ ജോലി അന്വേഷിക്കുക. എന്നാല് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ആ നഴ്സിംഗ് ഹോം അടപ്പിച്ചെന്ന് വേണം പറയാൻ. ഞങ്ങൾക്ക് അത് അടച്ചില്ലായിരുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഞങ്ങൾക്ക് മറ്റൊരു സ്ഥലത്ത് പോകാനൊക്കത്തില്ല. എന്നാൽ തൻ്റെ ഭക്തന്മാരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അറിയുന്ന ദൈവം ഒരു ചാൻസും ഇല്ലാതെ ഒരു സുപ്രഭാതത്തില് അവിടുത്തെ മാനേജർ വന്ന് പറയാണ്, നാളെ ഈ ഹോമിലേക്ക് ആൾക്കാർ, ഇവിടുത്തെ അധികാരികൾ പറയുന്നു ഈ ഹോം അടയ്ക്കണം. എന്നാൽ ആ മാനേജറിന് പോലും അറിയത്തില്ല ഇത് എന്തുകൊണ്ട് പൂട്ടുന്നു. കാരണം ആർക്കും അറിയത്തില്ല. അതൊരു വലിയ സംഭവമായിരുന്നു ആ കാര്യം. അന്ന് അവിടെ ഉണ്ടായിരുന്ന സകല മലയാളി പിള്ളേരും പറഞ്ഞു, അമ്മണിയുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. സ്തോത്രം സ്തോത്രം. അങ്ങനെ ഒരു വലിയ കാര്യം ദൈവം ഞങ്ങൾക്ക് അവിടെ വളരെ അത്ഭുതകരമായിട്ട് ചെയ്തു. അതിനുശേഷം ഞങ്ങള് നേഴ്സായിട്ട് ഞങ്ങൾ സ്കോട്ട്ലൻഡിൽ ഒരു വർഷത്തേക്ക് കടന്നുപോയി. അവിടെ ചെന്നും സ്തോത്രം, ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് വളരെ അത്ഭുതകരമായ കാര്യങ്ങളെ ചെയ്തു. തിരിച്ച് ഞങ്ങൾ താമസിക്കുന്ന ഈ ആഷ്ഫോർഡിൽ, അന്ന് ഞങ്ങൾക്കൊരു കൂട്ടായ്മയുണ്ട്, ആ ആഷ്ഫോർഡിൽ വന്നു. വെറുതെ ഒരു വിസിറ്റിങ്ങിന് വേണ്ടി വന്നതാണ്. എന്നാൽ ആ സമയത്ത് മറ്റൊരു നഴ്സിംഗ് ഹോം വേക്കൻസി ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെ പോയി ഇന്റർവ്യൂ കൊടുക്കാൻ
കിട്ടാനും അങ്ങനെ ഞങ്ങൾക്ക് വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യാനൊക്കെ ഇടയായി. അങ്ങനെ ഞങ്ങൾ ഈ ആഷ്ഫോർഡിൽ വന്ന് താമസിച്ചു. അതിനുശേഷം കർത്താവ് ഇവിടെ ഞങ്ങളെ കാത്തു പരിപാലിച്ചു, ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം തന്നു. അങ്ങനെ ഞങ്ങൾ ജീവിച്ചു വരവേ സ്തോത്രം, എൻ്റെ മോൾ അന്ന് ഇവിടുത്തെ പഠനം പൂർത്തീകരിച്ച് അവള് റുമേനിയയിലാണ് മെഡിസിൻ പഠിച്ചത്. അപ്പൊ 6 വർഷം അവിടെ പഠിക്കണം. അപ്പൊ ഞങ്ങള് വേണ്ട ഫീസൊക്കെയും കൊടുത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് റുമേനിയ. ഞങ്ങൾ ലോണൊന്നും എടുക്കാൻ പോയില്ല. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. മോന് സ്കൂളിൽ കോളേജിൽ പഠിക്കുന്ന സമയം. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന 2017 എനിക്ക് ഓൾ ഓഫ് സഡൻ ഡയഗ്നോസിസ് ചെയ്യുന്നത് ബ്രസ്റ്റ് ക്യാൻസർ ആണ്. യാതൊരു കുഴപ്പവുമില്ല, ഞാൻ നല്ല ആക്റ്റീവാണ്, ജോലിക്ക് പോകുന്നു, വരുന്നു, വീട്ടിലെ കാര്യങ്ങളൊക്കെയും ചെയ്യുന്നു, യാതൊരു കുഴപ്പവുമില്ല. പക്ഷേങ്കില് ഒരു ദിവസം വളരെ അൺയൂഷ്വൽ ആയിട്ട് ഇങ്ങനെ ഒരു ചെറിയ തടുപ്പ് പോലെ എൻ്റെ ലെഫ്റ്റ് ബ്രസ്റ്റിൽ കാണുന്നു. അപ്പം ഞാനത് അത്ര കാര്യമാക്കിയില്ല. കാര്യം എൻ്റെ ഫാമിലിയിൽ ആർക്കും ഹിസ്റ്ററി ഇല്ല, ഒരു ക്യാൻസർ ആട്ടെ, ഒരു ഡയബറ്റിക് ആട്ടെ, മറ്റൊരു പ്രശ്നവും ഞങ്ങളുടെ ഫാമിലിയിൽ ആർക്കുമില്ല. അതുകൊണ്ട് ഞാനത് അത്ര കാര്യമാക്കിയില്ല. പക്ഷേ പിന്നത്തേതിൽ അത് കഴിഞ്ഞ് ഞാൻ നാട്ടിലൊക്കെ പോയി തിരിച്ചു വന്നു, ഒരു പ്രയാസവും ഇല്ലായിരുന്നു. പിന്നത്തേതില് വെറുതെ ഒരു മമ്മോഗ്രാഫി ഇവിടെ ചെയ്യും, ഞങ്ങൾക്ക് ഒരു 50 വയസ്സൊക്കെ കഴിയുമ്പോൾ മമ്മോഗ്രാം ചെയ്യും. അങ്ങനെ ചെയ്തപ്പോഴാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഷോക്കായിപ്പോയി. കാര്യം അങ്ങനെ ഒരു ചാൻസ് വരാൻ സാധ്യതയില്ല. അപ്പൊ ഡോക്ടേഴ്സൊക്കെ ചോദിക്കുന്നു, നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ, റിലേറ്റീവ്സിനുണ്ടോ, ബന്ധുമിത്രാദികൾക്കുണ്ടോ? അങ്ങനെയുള്ള ഒരു ഹിസ്റ്ററിയും ഇല്ല. എന്നാൽ ഞാൻ ദൈവത്തിൽ ഇന്ന് ഞാൻ വിചാരിക്കുന്നു, ദൈവം തന്റെ മക്കൾക്ക് ഓരോ അവസ്ഥയിലൂടെ കടത്തി വരുന്നത് ദൈവവുമായിട്ട് കൂടുതൽ അടുപ്പിക്കാനാണ്. മാത്രവുമല്ല, കർത്താവിന് ഒരാളെ കുറിച്ച് പദ്ധതിയും പ്ലാനും ഉണ്ടെങ്കിൽ അതൊരു മനുഷ്യന്റെ വിചാരത്തിന് അപ്പുറത്താണ്. നമ്മൾ വിചാരിക്കും നമ്മൾ കറ തീർന്നവരാണ്, ദൈവത്തെ ആരാധിക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവ് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറവുള്ളവരോ അല്ലെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിൽ നമ്മൾ പ്രയോജനപ്പെടാത്തവരോ ഒക്കെ ആയിരിക്കും. ആമേൻ, സ്തോത്രം. ഞാൻ എൻ്റെ ജീവിതത്തെ കുറിച്ച് ഞാൻ ഓർക്കുന്നത്, കർത്താവ് എന്നെ പണിതെടുത്തതാണ്. കഷ്ടതയിലൂടെയും പ്രയാസത്തിലൂടെയും ഒക്കെ ഞാൻ കടന്നുപോയി. എങ്കിലും ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. അതെന്റെ കർത്താവിനെ രുചിച്ചറിയുവാൻ എനിക്കൊരു മുഖാന്തരമായി തീർന്നു. സ്തോത്രം. ഞാൻ അങ്ങനെ സ്തോത്രം, അതൊരു നവംബർ മാസത്തിലായിരുന്നു ഡയഗ്നോസിസ് ചെയ്തത്. അങ്ങനെ ഡിസംബറിൽ എനിക്ക് സർജറി ചെയ്തു. ആദ്യത്തെ സർജറി ചെയ്തപ്പോൾ സ്തോത്രം അവർ പറഞ്ഞു, ഇത് കുഴപ്പമൊന്നുമില്ല, നമ്മൾ വിചാരിക്കുന്ന അത്രയൊന്നും കൂടുതലായിട്ടില്ല, വളരെ ചെറുതാണ്, ഏതാണ്ട് ഫസ്റ്റ് സ്റ്റേജേ ആയിട്ടുള്ളൂ, അതുകൊണ്ട് ഈവൻ റേഡിയേഷൻ പോലും എടുക്കേണ്ട, 1-2 കീമോതെറാപ്പിയിലൂടെ തീർക്കാവുന്നതേ ഉള്ളൂ, പ്രശ്നമൊന്നുമില്ല എന്ന് അവർ പറഞ്ഞു സർജറി ചെയ്തപ്പോൾ. എന്നാൽ അതിന്റെ ബയോപ്സി ചെയ്ത റിസൾട്ട് വന്നപ്പം എല്ലാവരെയും അമ്പരപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. അവര് പറഞ്ഞു, അയ്യോ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല, ബട്ട് ഇറ്റ് ഈസ് ടു ഫാർ. അവർ പറഞ്ഞത് 3rd സ്റ്റേജ് ആയി പോയി. അതുകൊണ്ട് സ്തോത്രം, നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറത്താണ്, ട്രീറ്റ്മെന്റ് ഒക്കെയും വളരെ കണ്ടിന്യൂ ചെയ്യണം എന്നൊക്കെയും പറഞ്ഞു. എന്നാൽ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയൊക്കെ സംഭവിച്ചു വന്നാലും ദൈവം എനിക്ക് അസാധാരണമായ ധൈര്യം അന്ന് എനിക്ക് തന്നിരുന്നു. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, പൗലോസ് സ്തോത്രം ദ്വീപിൽ ചെന്നപ്പോൾ ആമേ സ്തോത്രം അസാധാരണമായ ബർബരന്മാര് അസാധാരണമായതൊക്കെയും അവർക്ക് കൊടുത്തവരെ ആമേൻ കപ്പൽ കയറ്റി വിട്ടെന്ന് എന്ന് പറഞ്ഞതുപോലെ, അസാധാരണമായ സ്വീകാര്യം അവർക്ക് കൊടുത്തെന്ന് പറഞ്ഞതുപോലെ, എങ്ങനെയാണ് എവിടെ നിന്നാണെന്ന് എനിക്കറിയത്തില്ല. ഞാനാണ് വളരെ ടെൻഷനുള്ള ഒരാളാണ്. പക്ഷേങ്കില് ഇതൊക്കെയും അറിഞ്ഞിട്ടും എനിക്കൊരു കുലുക്കവുമില്ല. കർത്താവ് എനിക്ക് അസാധാരണമായ ധൈര്യം തന്നു എന്ന് വേണം പറയാനും. അപ്പൊ എന്നെ കാണുന്നവരൊക്കെയും പറയുന്നുണ്ട്, ഇനിയിപ്പം വലിയ താമസമൊന്നുമില്ല, 3rd സ്റ്റേജല്ലേ, മരിച്ചു പോകും, വലിയ താമസമൊന്നുമില്ല എന്ന്. അങ്ങനെ ഒരു സർജറി ചെയ്തു. ഇപ്പം ഡിസംബറിലായിരുന്നു എന്റെ സർജറി. അപ്പൊ ഡിസംബർ ഇവിടുത്തെ ക്രിസ്മസിന്റെ ടൈം ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ മിക്കവാറും എല്ലാവരും തന്നെ അവധിയും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പൊ ആ സമയത്ത് എന്റെ സർജറി നടന്നിരുന്നത് കൊണ്ട് ട്രീറ്റ്മെന്റ് വളരെ ലേറ്റ് ആയിട്ടാണ് എനിക്ക് കിട്ടിയത്. സ്തോത്രം. ആദ്യം സർജറി ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ വിചാരിച്ചതിൽ അപ്പുറത്താണ്, അതുകൊണ്ട് രണ്ടാമതൊരു സർജറിയും കൂടെ ആവശ്യമുണ്ട്. ആദ്യം അവർ സർജറി ചെയ്തപ്പം ഒരു ലിംബ് നോഡ് മാത്രമേ അവർ ഉദ്ദേശിച്ചിരുന്നുള്ളൂ, ഒരു ലിംബ് നോഡേ സ്പ്രെഡ് ചെയ്തിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. എന്നാൽ
അതിന്റെ റിപ്പോർട്ട് വന്നപ്പോൾ അതിലധികമായിട്ട് അവർ കണ്ടു. അതുകൊണ്ട് കുറെ ലിംബു നോഡും കൂടെ അവർക്ക് റിമൂവ് ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് അവര് എന്നെ പിന്നെ രണ്ടാമത് സർജറി ചെയ്തു. രണ്ടാമത് സർജറി ചെയ്ത ശേഷം കുറച്ച് നാൾ ഞാൻ ഹോസ്പിറ്റലിൽ കടന്നു. അത് കഴിഞ്ഞ് ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി കുറച്ച് താമസം കൂടെ വന്നു. അങ്ങനെ അവരെനിക്ക് ട്രീറ്റ്മെന്റ് തരുന്നത് ഫെബ്രുവരി മാർച്ച് ലാസ്റ്റിലാണ് എനിക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ട്രീറ്റ്മെന്റ് ആദ്യത്തെ ട്രീറ്റ്മെന്റ് കീമോതെറാപ്പി എടുത്തപ്പോൾ ഒരു കുഴപ്പവുമില്ലാതെ ഞാൻ കീമോതെറാപ്പിക്ക് പോയി. പക്ഷെ ഞാൻ തിരിച്ച് വളരെ ബെഡ് റിഡൻ ആയിട്ടാണ് ഞാൻ, വളരെ ഇതായിപ്പോയി എനിക്ക്. ഞാൻ ഏകദേശം എനിക്ക് എഴുന്നേക്കാൻ വയ്യ, കഴിക്കാൻ വയ്യ, ഈവൻ ബെഡില് തന്നെത്താൻ ഒന്ന് ഇരിക്കാൻ പോലും ആകാത്ത അവസ്ഥയിലേക്ക് കടന്നു വന്നു. ആദ്യത്തെ കീമോതെറാപ്പിയിൽ വളരെ റിയാക്ഷൻ ആയിപ്പോയി. എനിക്ക് അറിയില്ല എന്ത് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തോ എന്റെ ശരീരത്തിന് അത് താങ്ങാൻ പറ്റാതെ വന്നു. ഇനി അല്ല, ഒരു പക്ഷേ ഇത് ദൈവത്തിന്റെ പ്ലാൻ ആർന്നായിരിക്കാം, അറിഞ്ഞൂടാ. അങ്ങനെ കീമോതെറാപ്പി ചെയ്ത് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ബെഡ് റിഡനായി. എനിക്ക് ബെഡിൽ നിന്ന് ഈവൻ ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ പോലും വയ്യാത്ത അവസ്ഥയിലെത്തി. അങ്ങനെ ഒരു ദിവസം 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ടെസ്റ്റ് ഉണ്ട്, MRI ഏതാണ്ട് എടുക്കാനുണ്ട്. അങ്ങനെ ഞാൻ ആ ടെസ്റ്റിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ തയ്യാറാകാൻ ഇരുന്നതാണ്. പക്ഷേ ഞാൻ പെട്ടെന്ന് എന്റെ ബോധം മറിഞ്ഞു പോയി. പിന്നെ എനിക്ക് എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. അങ്ങനെ ഞാൻ ഇരുന്നപ്പോഴത്തേനും ഇവര് വിളിച്ചിട്ട് എന്നെ വന്ന് കുലുക്കി വിളിച്ചിട്ടൊന്നും എനിക്ക് അത്ര നല്ല ഒരു കോൺഷ്യസ് അല്ല. അതുകൊണ്ട് പെട്ടെന്ന് ഒരു ആംബുലൻസ് വിളിച്ചു. ആംബുലൻസുകാർ പെട്ടെന്ന് വന്നു. അവര് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ കോൺഷ്യസ് ആയി. അവര് വേദനയായിരിക്കാം എന്ന് പറഞ്ഞ് അവര് ആദ്യം വേദനയുടെ മരുന്നൊക്കെ തന്നു, കാര്യങ്ങളൊക്കെ നോക്കി. അല്പസമയം കഴിഞ്ഞ് അവരങ്ങ് തിരിച്ചുപോയി. കുഴപ്പമില്ല, നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുമല്ലേ, അപ്പൊ അവിടെ ചെന്ന് കൂടുതൽ ട്രീറ്റ്മെന്റ് ചെയ്യാൻ നോക്കാം എന്ന് പറഞ്ഞ് തിരിച്ചുപോയി. എന്നാൽ ഇവര് തിരിച്ചുപോയി കുറച്ചു കഴിഞ്ഞ് 2ാം പ്രാവശ്യവും ഇതേ അവസ്ഥയിൽ ഞാനായിപ്പോയി. 2ാമത്തെ പ്രാവശ്യവും അപ്പോ എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റുന്നില്ല. 2ാമത്തെ പ്രാവശ്യം ആംബുലൻസ് വിളിച്ച് അവര് തിരിച്ചു വന്നിട്ട് പിന്നെ അവരുടെ ECG കാര്യങ്ങളും ഒക്കെ എടുത്തു. പക്ഷെ അവർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ അവര് പറഞ്ഞു ഇനിയും അന്നേരത്തേന് രാവിലെ ഒരു 8:30 ആയതുള്ളൂ. അപ്പൊ അവര് പറഞ്ഞു 9:30 ആകുമ്പോൾ ഇവിടുത്തെ നമ്മുടെ സാധാരണ GP നമുക്ക് ഉണ്ടല്ലോ, ഒരു ഫാമിലി ഡോക്ടർ, അപ്പൊ അവരവിടെ തുറക്കും, അവരെ വിളിച്ച് കാണിക്കാം എന്നും പറഞ്ഞു. എന്നാൽ ഈ സമയത്ത് സ്തോത്രം, ഈ സമയത്ത് എന്നോടുകൂടെ ജോലി ചെയ്തിരുന്ന താൻസാനിയക്കാരി ഉണ്ടായിരുന്നു എന്റെ കൂടെ. അപ്പൊ അവര് ഞങ്ങളുടെ ഇവിടുന്ന് ഒരല്പം അകലെയാണ് താമസിക്കുന്നത്. അവർക്കൊരു ദർശനം ഉണ്ടായിട്ട് രാവിലെ, അതിരാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേനും ഇവർക്കൊരു ദർശനം ഉണ്ടാകുകയാണ്. നീ അമ്മിണിയുടെ വീട്ടിൽ പോയി അമ്മിണിയെ കാണണം. അങ്ങനെ ഒരു ദർശനം അവർക്കുണ്ടാകുന്നു. അപ്പൊ ഇവര് ഞങ്ങളുടെ അടുത്തുനിന്ന് ഒരു ബസ്സിന് വരുന്നവർക്ക് നടന്നു വരാനുള്ള ദൂരമല്ല, കുറച്ച് ദൂരമാണ്. അപ്പൊ ഇവര് ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു, ജോൺ ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് വരുവാണ്, എനിക്ക് അമ്മിണിയെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ഒരു അബോധാവസ്ഥയിൽ ഇങ്ങനെ വയ്യാതെ കിടക്കുന്ന സമയമായിരുന്നത് കൊണ്ട് ഹസ്ബൻഡ് പറഞ്ഞു, നീ ഇപ്പൊ വരണ്ട, കാര്യം ഇവിടെ ഇപ്പൊ അല്പം ബുദ്ധിമുട്ടാണ്, നീ ഇപ്പൊ വരണ്ട എന്ന് പറഞ്ഞു. പക്ഷെ ഈ പുള്ളിക്കാരി സമ്മതിക്കുന്നില്ല. കാര്യം ഇവരോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുക, എത്രയും പെട്ടെന്ന് ചെല്ലണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവര് പറഞ്ഞു, നോ ജോൺ, ഞാൻ വരുവാ, എനിക്ക് ബസ് കിട്ടേണ്ട താമസമേ ഉള്ളൂ, ഞാൻ വരുവാ. അപ്പോഴെല്ലാം ഹസ്ബൻഡ് പറഞ്ഞു, വേണ്ട നീ ഇപ്പം വരണ്ട, ഞങ്ങള് ഹോസ്പിറ്റലിലേക്ക് പോകാൻ തയ്യാറെടുക്കുക എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഞാൻ അമ്മിണിയെ ബുദ്ധിമുട്ടിക്കത്തില്ല. അപ്പൊ കീമോതെറാപ്പി എടുക്കുന്നവര് ഒത്തിരി പേരായിട്ടൊന്നും കോണ്ടാക്ട് ചെയ്യാൻ പാടില്ല, അവർക്ക് ഇമ്മ്യൂൺ കുറവാണെന്നൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് പറഞ്ഞു, ഞാൻ അമ്മിണിയെ ബുദ്ധിമുട്ടിക്കത്തില്ല, ഞാൻ താഴെ വന്ന് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ തിരിച്ചു പോന്നോളാം എന്ന് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞ് ഹസ്ബൻഡ് സമ്മതിച്ചു, എന്നാ നീ വരാൻ പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരി എത്രയും പെട്ടെന്ന് ഓടി വന്നപ്പം ഞാനിങ്ങനെ വല്ലാത്തൊരു മരണത്തോടടുത്ത് ഇങ്ങനെ കിടക്കുവാണ്. അപ്പം ഈ പുള്ളിക്കാരി പറയാണ്, അപ്പൊ ഞങ്ങൾ അറിയുന്നില്ല, ദൈവാത്മാവുകളോട് സംസാരിച്ചെന്നൊന്നും ഞങ്ങൾ അറിയുന്നില്ല. അപ്പൊ ഇവര് പറയാണ്, ഇപ്പൊ എനിക്ക് മനസ്സിലായി ദൈവം എന്തിനാ എന്നോട് ഇങ്ങനെ പറഞ്ഞു വിട്ടാന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. അവര് വന്ന് എൻ്റെ അടുത്തിരുന്നു എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഇവർ ആംബുലൻസിനെ വിളിച്ചു, എത്രയും പെട്ടെന്ന് വരണം, ഷീസ് വെരി ബാഡ് കണ്ടീഷനിലാ വരണം എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ
ആംബുലൻസുകാർ വന്നില്ല. ആംബുലൻസുകാർ വരുന്നതിന് പകരം അവര് പറഞ്ഞു, സ്തോത്രം, നിങ്ങള് GP വിളിക്കും, അപ്പൊ അതുകൊണ്ട് GPയുടെ അടുത്ത് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ബോധം മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇവര് എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തന്നെ ഇവര് പറയുന്നുണ്ട്, മോനോട് പറയുന്നുണ്ട്, ഫിൽവിൻ കോൾ ദി GP എന്ന് ഇവര് പറയുന്നുണ്ട്. അവർക്കറിയാം ഞാൻ വളരെ അത്യാസന്ന നിലയിലാണെന്ന്. അങ്ങനെ GPയെ അവര് വിളിച്ചു. അപ്പം GP പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പം ഈ പുള്ളിക്കാരി തന്നെ ആൻസർ ചെയ്തു, പറ്റില്ല, അവൾക്ക് വരാനൊക്കത്തില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ വരണം, ഇവിടെ കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ GP വന്നു. ഇവിടെ വന്നപ്പം ഞാനിങ്ങനെ ഒരു വല്ലാത്ത കണ്ടീഷനിൽ നിൽക്കുകയാണ്, അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള ഒരു കണ്ടീഷനിൽ നിൽക്കുകയാണ്. ഉടനെ ഇവര് അടുത്ത ആംബുലൻസ് വിളിച്ചവർ പറഞ്ഞു, ഞാൻ ഇങ്ങനെ വീട്ടിൽ വന്നാണ്, പേഷ്യനെ കണ്ടാണ് ആംബുലൻസ് വിളിക്കുന്നത്, ക്രിട്ടിക്കൽ കണ്ടീഷനാണ്, സമയം ഒട്ടും വഹിക്കാതെ എത്രയും പെട്ടെന്ന് ഇവിടെ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ആംബുലൻസ് വരുന്ന സമയത്ത് ഈ താൻസാനിയക്കാരിയാണ് എന്നെ ഡ്രസ് ഇടിയിക്കുന്നതും എന്നെ ആംബുലൻസിൽ കയറ്റുന്നതും എല്ലാ കാര്യങ്ങളും ഇവരെനിക്ക് ചെയ്ത് തന്ന ശേഷം, ഞാൻ ഹോസ്പിറ്റലിൽ പോയ ശേഷമാണ് ഇവര് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയോട് ഇടപെട്ടാല് കർത്താവ് പറയുന്നു തന്റെ ഭക്തന്മാർക്ക് എന്തു വേണം, എങ്ങനെ ഇരിക്കണം, എവിടെ ഇരിക്കണം. അനന്യാസിനെ ശൗലിന് വേണ്ടി പറഞ്ഞു വിട്ടു. അനന്യാസിനെ ശൗല് പ്രാർത്ഥിക്കുന്നു, നീ പോയി കൈവച്ച് ആമേൻ സ്തോത്രം അവനെ എഴുന്നേൽപ്പിക്കാന് എന്ന് പറഞ്ഞതുപോലെ ഞാന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടായിരുന്നുള്ള ഒരു അവസ്ഥയിലാണ് ദൈവം അവളെ പറഞ്ഞു വിട്ടത്. അങ്ങനെ കർത്താവ് എനിക്ക് വേണ്ടി വലിയൊരു അത്ഭുതം അവിടെ പ്രവർത്തിച്ചു. എന്നെ കൊണ്ടുപോയി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നെ അവിടെ അഡ്മിറ്റ് ആക്കി. ഞാൻ അവിടെ അഡ്മിറ്റ് ആയിരുന്നെങ്കിലും ഈ വല്ലാത്ത കണ്ടീഷനിൽ പോകുന്ന കാര്യം എന്താണെന്ന് ഹോസ്പിറ്റലുകാർക്ക് അതുവരെയും മനസ്സിലാവുന്നില്ല. അവര് പല ടെസ്റ്റ് ചെയ്യുന്നു, ഒന്നിലും എനിക്ക് ശ്വാസം മുട്ടലാണ് ഏറ്റവും കൂടുതൽ, എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. അപ്പം ശ്വാസം വരുന്നതനുസരിച്ച് എന്റെ ബോധം മറിഞ്ഞു പോകുന്നു. അപ്പൊ ഇതെന്താണ് കാരണം എന്ന് ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ രാവിലെ ഉച്ചയായപ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാൻ രാത്രി 9 മണി വരേക്കും ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. 9 മണിയായപ്പം അവരെന്നെ CT സ്കാന് വേണ്ടി കൊണ്ടുപോയി. അവിടുന്നാണ് അവർക്ക് മനസ്സിലാകുന്നത് എന്റെ 2 ലങ്സിലും ബ്ലഡ് ക്ലോട്ട് ഇങ്ങനെ വന്ന് നിന്നിട്ട് എനിക്ക് ഓക്സിജൻ കിട്ടാതെ ഞാൻ ഭാരപ്പെടുന്നു, എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഞാൻ ഓർക്കുകയായിരുന്നു, ഞാൻ അതിനിടയ്ക്ക് 1-2 പ്രാവശ്യം അൺകോൺഷ്യസ് അവസ്ഥയിലേക്ക് പോയി. ആ അവസ്ഥയിൽ എങ്ങാനും എന്റെ ബ്രെയിനിന് ഓക്സിജൻ കിട്ടാതെ വരികയാണെങ്കിൽ ഉടനെ എന്റെ ബ്രെയിൻ ഡെത്തായി പോകും, പിന്നെ ഒരിക്കലും നമ്മൾ ഈ നോർമൽ അവസ്ഥയിലേക്ക് മടങ്ങി വരത്തില്ല. എന്നാൽ കർത്താവ് അവിടെ എല്ലാം എന്നെ താങ്ങി. ഏതൊരവസ്ഥയിൽ കൂടെ എന്റെ കർത്താവ് എന്നെ കടത്തിവിട്ടോ അവിടുന്ന് എല്ലാം ശത്രു എന്നെ ഏൽപ്പിച്ചു കൊടുക്കാതെ എന്റെ പ്രാണനെ, എന്റെ ജീവനെ ദൈവം കരത്തിൽ സൂക്ഷിച്ചു. അവിടുന്ന് സ്തോത്രം 9 മണി ആയപ്പോൾ ഈ ബ്ലഡ് ക്ലോട്ടിനുള്ള ഒരു ഇഞ്ചക്ഷൻ അവിടുന്ന് അവരെനിക്ക് തന്നു. അങ്ങനെ അല്പമായ ആശ്വാസം കിട്ടി. അങ്ങനെ ദിവസങ്ങളോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്തില് എന്റെ കൂടെ ഒരു കൊറിയക്കാരി ഉണ്ടായിരുന്നു. അവർക്ക് ലിവറിൽ ക്യാൻസർ ആയിട്ട് അവർ അഡ്മിറ്റാണ്. അപ്പൊ എനിക്ക് ആഹാരം ഒന്നും കഴിക്കാൻ, കീമോതെറാപ്പിയുടെ സൈഡ് എഫക്ട് കാരണം ആഹാരം ഒന്നും കഴിക്കാതിരിക്കാൻ പറ്റുന്ന സമയത്ത് ഈ കൊറിയക്കാരത്തെ സഹോദരി വന്ന് എൻ്റെ അടുത്ത് വന്നിരിക്കും. അവരൊരു ക്രിസ്ത്യാനി ആയിരുന്നു, അല്പസ്വല്പമൊക്കെ വചനം അറിയാവുന്നവരായിരുന്നു. അപ്പൊ അവരെന്റെ അടുത്ത് വന്നിട്ട് എന്നെ ഇങ്ങനെ ആശ്വസിപ്പിക്കും, നീ വറി ചെയ്യരുത്, അത് സാരമില്ല, നീ അല്പമെങ്കിലും ഒക്കെ ആഹാരം കഴിക്കണം, നമുക്ക് എഴുന്നേറ്റ് നടക്കണ്ടേ എന്നൊക്കെ പറഞ്ഞു. എന്നാല് സ്തോത്രം, അവരിന്ന് ഈ ലോകത്തിലില്ല, അവരെന്നെ കഴിഞ്ഞും എത്രയോ മുമ്പ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഹല്ലേലൂയ, സ്തോത്രം. അന്ന് എനിക്ക് വയ്യാത്തൊരവസ്ഥയില് ഞാനിങ്ങനെ കിടക്കുമ്പോൾ അന്ന് രാത്രിയില് എന്നെ കൊണ്ടുചെന്ന അന്ന് രാത്രിയില് ആരെയും ഹോസ്പിറ്റലിൽ ഇരുത്തത്തില്ല. എന്നാൽ ഹോസ്പിറ്റലിലെ സ്റ്റാഫ് പോലും വിചാരിച്ചു ഞാനന്ന് മരിച്ചു പോകുമെന്ന്. ഞാൻ അത്ര ഒരു കണ്ടീഷനിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്റെ ഹസ്ബൻഡിനെ എന്റെ അരികിൽ ഇരുത്താൻ അവർ സമ്മതിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്തെങ്കിലും അസ്വസ്ഥത കാണുവാണെങ്കിൽ ഉടനെ ഞങ്ങളെ വിളിക്കണം എന്നും പറഞ്ഞുകൊണ്ട്. അന്ന് രാത്രി ഹസ്ബൻഡ്, അന്ന് ഞങ്ങൾക്ക് ഇവിടെയൊക്കെ പ്രെയർ ലൈൻ ഉണ്ട്, അതുപോലെ അറിയാവുന്ന കുറെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്, അവരെല്ലാം വിളിച്ചു പറഞ്ഞു ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണെന്ന് കിടക്കുക, വളരെ ക്രിട്ടിക്കൽ സ്റ്റേജ്. അപ്പൊ എല്ലാവരെയും അന്ന് രാത്രിയിൽ വിളിച്ചു പറഞ്ഞു പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് ഭക്തന്മാരുടെ പ്രാർത്ഥനയും നിലവിളിയും കേട്ടാണ് ദൈവം അന്ന് വിടുവിച്ചതെന്ന്. ആ അവസ്ഥയിൽ നിന്നും ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ദൈവം എന്നെ പുറത്തു കൊണ്ടുവന്നു. സ്തോത്രം. അന്ന്
ആ ഹോസ്പിറ്റലില് ഞങ്ങളിവിടെ വന്നിട്ട് അപ്പൊ കുറച്ച് വർഷമായി. എന്റെ കൂടെ ജോലി ചെയ്യുന്നവര്, എന്റെ ഹോസ്പിറ്റലിൽ അറിയുന്നവര്, ഇവിടെ താമസിക്കുന്ന മലയാളികള്, സർവ്വ മനുഷ്യരും എന്നെ കാണാൻ വന്നു. പക്ഷെ അവർക്കൊക്കെ അറിയാം ഞാൻ മരിച്ചു പോകുമെന്ന്. ആ ഒരവസ്ഥയിൽ അവരെല്ലാം വന്ന് കാണുന്നത്. പക്ഷെ ദൈവം എനിക്ക് അസാധാരണമായ ഒരു ധൈര്യം വന്നിരുന്നത് കൊണ്ട് ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചു. സ്തോത്രം. അങ്ങനെ ഞാന് തീരെ അങ്ങ് വയ്യാത്ത അവസ്ഥയിൽ നിന്നും വ്യത്യാസം വന്നു. അങ്ങനെ വീട്ടിൽ വന്നു, ഡിസ്ചാർജായി വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പം അവരെന്നെ പല്ലിയാറ്റീവ് യൂണിറ്റിലേക്കാണ് റെഫർ ചെയ്തിരുന്നത്. കാര്യം അവർക്കറിയാം വലിയ കാലതാമസമില്ല, പല്ലിയാറ്റീവ് യൂണിറ്റിലേക്ക് എന്നെ വിട്ടു. അതിനിടയ്ക്ക് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പം എനിക്കൊരു അപ്പോയിന്റ്മെന്റ് തന്നു. അപ്പൊ അവർ പറഞ്ഞു ഡോക്ടറെ വന്ന് കാണണം. അങ്ങനെ ഞങ്ങൾ അപ്പോയിന്റ്മെന്റിന് ആദ്യമായിട്ട് ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു, നിന്റെ CT സ്കാനില് ഞങ്ങൾ കാണുന്നത് പല സ്ഥലങ്ങളിലും ഇത് പടർന്നു പോയി, അതുകൊണ്ട് മെഡിക്കൽ സയൻസിന് നിന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല. അങ്ങേ അറ്റം പറഞ്ഞാല് 6 മാസമേ നിനക്ക് ലൈഫ് ഉള്ളൂ. അന്ന് എന്റെ മോനുണ്ട് കൂട്ടത്തില്, ഹസ്ബൻഡുണ്ട്. അപ്പം അവർക്കൊക്കെ ഭയങ്കര, നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വിഷമം, സങ്കടമാണ്. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞു, നോ ഡോക്ടർ, എന്റെ ദൈവം ജീവിക്കുന്നു, അന്ന് എനിക്ക് ധൈര്യമാണ്, എന്റെ കർത്താവ് ജീവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. സ്തോത്രം. പക്ഷെ അവര് വളരെ എന്തോ ഒരു അതിശയ ജീവിയെ കാണുന്ന പോലെ എന്നെ കണ്ടു. ഇവക്കൊരു കുലുക്കോ ഇല്ലല്ലോ എന്നുള്ള മട്ടിലായിരിക്കും, ഒരു അതിശയം പോലെ അവരെന്നെ നോക്കി. ഞാൻ പറഞ്ഞു, ഞാൻ ഇനിയും വരും. ആമേൻ, സ്തോത്രം. 6 മാസമല്ല, എന്റെ ദൈവം ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കും. എനിക്ക് നല്ല ധൈര്യമായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം ഒരു പല്ലിയേറ്റീവ് ഡോക്ടർ, ബോംബെക്കാരിയാണ്, പുള്ളിക്കാരി എന്നെ കാണാൻ വന്നു. അപ്പൊ ആ ഡോക്ടർ വന്നിട്ട്, ഞങ്ങളെല്ലാരും കൂടി ഇരിക്കുകയാണ്. ഡോക്ടർ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഐ ആം വെരി സോറി, എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് ചോദിക്കാനുണ്ട്. അപ്പൊ ഇവിടുത്തെ റൂൾ അനുസരിച്ച് ഞങ്ങൾക്ക് അത് ചോദിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്, എനിക്ക് ഇങ്ങനെ ഒരു റെഫറൻസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ചോദിക്കാം, നിന്റെ ഡ്യൂട്ടി നിനക്ക് ചെയ്യണമല്ലോ, ചോദിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഞാൻ ചോദിക്കുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത്, നീ ലാസ്റ്റില് മരിക്കാൻ നേരത്ത് നീ ഇവിടെയാണോ, നിന്റെ വിഷ് എന്താണ്, ഹോസ്പിറ്റലിൽ പോകണമോ അതോ ഇനിയും ഈ വീട്ടിൽ കിടക്കുന്നതാണോ നീ മരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അത് കേട്ടപ്പോ എനിക്കൊരു വല്ലായ്മ തോന്നി. കാര്യം അന്ന് എന്റെ മോൻ ചെറുതാണ്. സ്തോത്രം. അവനൊരു വല്ലാത്ത വിഷമം തോന്നി. അപ്പൊ ഞാനിവരെ വിളിച്ച് എന്റെ ബെഡ്റൂമിൽ കൊണ്ടുപോയി. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഡോക്ടർ, ശരിയാണ്, നിനക്ക് നിന്റെ ഡ്യൂട്ടി ചെയ്യണം, ഞാനത് സമ്മതിക്കുന്നു. പക്ഷെങ്കിൽ ഒരു കാര്യം, ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്ന ആളാണ്. ഇനി ഏത് ക്യാൻസർ അല്ല എന്ത് വന്നെന്ന് പറഞ്ഞാലും ജീവൻ തന്ന ഒരുവനുണ്ട്, അവൻ നിശ്ചയിക്കാതെ ജീവൻ തിരിച്ചു പിടിക്കത്തില്ല. സ്തോത്രം. ഞാൻ പറഞ്ഞു, നീ പല്ലിയേറ്റീവിൽ ഡോക്ടർ വന്നതാണെങ്കിലും എനിക്കതിന് സമയമായിട്ടില്ല. പല്ലിയേറ്റീവിലേക്കുള്ള ട്രീറ്റ്മെന്റിന്റെ സമയമാകുമ്പോൾ ഞാൻ നിങ്ങളെ വിളിക്കാം. അതുവരേക്കും എനിക്ക് സമയമായിട്ടില്ല, ഞാൻ നിങ്ങളെ ഫോണിൽ കോണ്ടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ആ ഡോക്ടർ പറഞ്ഞു, ഐ ആം വെരി സോറി, എനിക്ക് നിന്നോട് ഇങ്ങനെ ചോദിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്, പക്ഷെങ്കിൽ ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, നിനക്ക് എഴുതേണ്ട സൈഡിൽ നീ എഴുതിക്കോ, പേഷ്യന്റ് റെഫ്യൂസ്ഡ് എന്ന് പറഞ്ഞ് എഴുതിക്കോളാൻ പറഞ്ഞു. അങ്ങനെ എഴുതി അവര് പോയി. എന്നാല് ദൈവത്തിന്റെ കൃപയാല് ഏതാണ്ട് 6 മാസം കണ്ട് കഴിഞ്ഞപ്പോ അവര് ആ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഡിസ്ചാർജ് ചെയ്തു. അങ്ങനെ പല്ലിയേറ്റീവ് മാറിപ്പോയി. പിന്നത്തേതില് എന്റെ കീമോതെറാപ്പിയില് അവരെനിക്ക് കീമോ എടുക്കാൻ വേണ്ടിയിട്ട് അടുത്ത ഡോസ് മരുന്നൊക്കെ കുറച്ച് ഡോസ് തന്ന് 1-2 കീമോതെറാപ്പിയും കൂടി എടുത്തു. അതിനുശേഷം അവർ പറഞ്ഞു, നിന്റെ ബോഡി കീമോതെറാപ്പിക്ക് സ്യൂട്ടബിൾ അല്ല, കർത്താവിന്റെ കൃപയാണെന്ന് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു. ആവശ്യമില്ലാത്ത മരുന്നുകളൊന്നും കയറ്റി, സ്തോത്രം, അതൊന്നും വേണ്ട എന്ന് തമ്പുരാൻ വിചാരിച്ചു കാണും. അതുകൊണ്ട് എന്റെ കീമോതെറാപ്പി അവർ സ്റ്റോപ്പ് ചെയ്ത ശേഷം അവരെനിക്ക്, സ്തോത്രം, ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റിലാണ് എന്നെ ഇട്ടിരിക്കുന്നത്. അതുപോലെ റേഡിയേഷൻ എടുക്കണം, 30 റേഡിയേഷൻ എങ്ങാണ്ട് അവർ പറഞ്ഞതാണ്. എന്നാൽ കർത്താവിന്റെ കൃപയാല് ഒരു റേഡിയേഷൻ മാത്രം അത്യാവശ്യം വെരി ചെറിയ ലെവലിൽ അവരെനിക്ക് തന്ന് റേഡിയേഷനും സ്റ്റോപ്പ് ചെയ്തു. സ്തോത്രം. എടുക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെയൊക്കെ കഴിഞ്ഞ് എല്ലാ 3 മാസങ്ങളിലും എനിക്ക്, സ്തോത്രം, MRI എടുക്കുമായിരുന്നു. ഒരു പ്രാവശ്യം ഒരു MRI എടുത്തപ്പോഴാണ് എന്റെ ബ്രെയിനില് അവര് പറഞ്ഞു 1-2 ലക്ഷം കാണുന്നുണ്ട്, അപ്പം അതെന്താണെന്ന് ഞങ്ങൾക്ക് ക്ലിയർ ചെയ്യണം. അങ്ങനെ റേഡിയേഷന് വേണ്ടിയിട്ട് അവരെന്നെ ലണ്ടനിൽ അയച്ചു. ഇവിടെ അതിനുള്ള ട്രീറ്റ്മെന്റ് ഇല്ലാതിരുന്നതുകൊണ്ട് ലണ്ടനിൽ അയച്ചു. അവിടെ പോയി 2-3 പ്രാവശ്യം
രണ്ട് പ്രാവശ്യം ബ്രെയിനിൽ എനിക്ക് റേഡിയേഷൻ തന്നു. അതോടുകൂടി അതും സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞങ്ങളുടെ ഇവിടെ പഞ്ചാബിൽ നിന്നുള്ള ഒരു ദൈവദാസൻ കടന്നു വന്നു. പ്രാർത്ഥനയ്ക്ക് കടന്നു വന്നതാണ്, കൂട്ടായ്മയിൽ കടന്നു വന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ദൈവദാസൻ എൻ്റെ അടുത്ത് പറഞ്ഞു, സഹോദരി ഒരു എന്തെങ്കിലും ഭാരപ്പെടുന്നുണ്ടോ, ഏതോ ഒരു രോഗമുണ്ടോ, പാസ്റ്റർ അറിയത്തില്ല എന്താ അസുഖമാണ്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് പാസ്റ്റർ ഞാൻ ട്രീറ്റ്മെന്റിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇനി വരുന്ന MRI CT സ്കാനില് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു വലിയതായ ഒരു വ്യത്യാസം സഹോദരിക്ക് ദൈവം തരും എന്ന് പറഞ്ഞു. വിശ്വസിക്കുക, ദൈവത്തിന്റെ കരം ആർക്കും കുറുകി പോയിട്ടില്ല, ദൈവം അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞു. പിറ്റത്തെ ആഴ്ചയിൽ എനിക്ക് CT സ്കാൻ ഉണ്ട്, MRI ഉണ്ട്. അപ്പൊ ഞാൻ അത് എടുത്തു കഴിഞ്ഞ് ഡോക്ടറിന്റെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് പറയുകയാണ്, ഇത് വളരെ വണ്ടർഫുൾ ആയിരിക്കുന്നു, ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു റിപ്പോർട്ടല്ല ഇപ്പൊ ഇതിൽ കാണുന്നത്, ഇതുവരെയും കാണാത്ത അത്ഭുതകരമായ വിടുതൽ ഇതിനകത്ത് കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് പല പ്രാവശ്യം MRI CT ഒക്കെ എടുത്തെങ്കിലും അന്ന് എങ്ങനെ അതിരുന്നോ ഇന്ന് വരേക്കും ആ പരുവത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതിൽ കൂടുതലുമില്ല, അതിൽ കുറവുമില്ല. ദൈവം തന്റെ കരം തൊട്ട് അവിടെ വെച്ചിരിക്കുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതുവരെയും അതിന് യാതൊരു മാറ്റവും ഇല്ലാതെ അങ്ങനെ തന്നെ പോകുന്നു. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ പല പ്രാവശ്യം ഞാൻ ഓർത്തു ഇത് ട്രീറ്റ്മെന്റ് അങ്ങ് സ്റ്റോപ്പ് ചെയ്യാം, പക്ഷെ ഇവിടുത്തെ റൂൾ അനുസരിച്ച് നമുക്ക് അങ്ങനെ നമ്മുടേതായ ഇഷ്ടത്തില് സ്റ്റോപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സമയത്ത് ഞാൻ ട്രീറ്റ്മെന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഞങ്ങളുടെ കൂടെ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു ആന്റിയും അങ്കിളും ഉണ്ട്. അവര് നാട്ടിൽ ചെന്നപ്പോൾ സ്തോത്രം അവരോട് ദൈവത്തിന്റെ ആലോചന ഉണ്ടായിരുന്നു. അവരോട് പറഞ്ഞു, ഒരു ദൈവദാസി അവരോട് പറഞ്ഞു, ആന്റി നിങ്ങൾ ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ആ സഹോദരിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണ്, എന്നാൽ ആ സഹോദരിയോട് പറയണം ദൈവത്തിന്റെ അത്ഭുതം ഈ ദിവസങ്ങളിൽ കാണും. ആമേൻ. ജീവിപ്പാനുള്ള ദൈവത്തിന്റെ കൃപ ആ സഹോദരിക്ക് കൊടുക്കും. അവരെ അനേകരുടെ മുമ്പാകെ ദൈവം സാക്ഷിയായിട്ട് അവർ നിൽക്കും. ദൈവത്തിന്റെ ജീവനുള്ളൊരു സാക്ഷിയായി അവർ അനേകരുടെ നടുവിൽ നിൽക്കുമെന്ന് അവരോട് ചെന്ന് പറയണം എന്ന് പറഞ്ഞു. അപ്പൊ ആന്റി പറഞ്ഞു, ഞാനങ്ങ് കരഞ്ഞുപോയി. സത്യമായിട്ട് ഞാൻ ഒരിക്കലും എന്നെ അവർക്ക് അറിയാവുന്നവരല്ല, പക്ഷെ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്നും അവർക്കറിയില്ല. പക്ഷെ ആന്റിയെ കണ്ട് അവർ ഈ ദൂത് പറഞ്ഞ് ആന്റി അവധിക്ക് പോയ ശേഷം വീട്ടിൽ കടന്നു വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, അമ്മണി ഇങ്ങനെ ഒരു ദൂത് എൻ്റെ അടുത്ത് ഒരു ദൈവദാസി പറഞ്ഞിട്ടുണ്ട്. സത്യമായിട്ടും എനിക്കത് കേട്ടപ്പോൾ എൻ്റെ ഹൃദയം തകർന്നു പോയി. നാളുകളായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയവുമാണ്. കർത്താവ് വിടുവിക്കും, ദൈവത്തിന്റെ രക്ഷ നമ്മൾ ഒരുമിച്ച് ഉയർത്തും, ദൈവം നമ്മളെ ആശ്വസിപ്പിക്കും എന്നൊക്കെ മാറ്റി പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ ഒരു കരുതൽ ഞാൻ വിചാരിക്കുകയായിരുന്നു. അതിലുപരി ഞാൻ ഈ ട്രീറ്റ്മെന്റിൽ കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഓരോ ദിവസവും രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കും. ഞാൻ അതാണ് പറഞ്ഞത്, ചില പ്രയാസങ്ങൾ നമ്മൾ കടന്നു വരുമ്പോൾ ആമേൻ, ദൈവം നമ്മളെ കൂടുതൽ ദൈവത്തോട് അടുപ്പിക്കാനായിരിക്കും ചില കഷ്ടങ്ങളും പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. മിക്ക ദിവസങ്ങളിലും ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിക്കും. ഒന്നെങ്കിൽ ദൈവത്തിന്റെ ഒരു ആലോചന തരും, അല്ലെങ്കിൽ ഒരു ദർശനം തരും, അല്ലെങ്കിൽ ഒരു പാട്ട് തരും. അങ്ങനെയാണ് ദൈവം എന്നെ ധൈര്യത്തോടെ നടത്തുന്നത്. ഒരു ദിവസം ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ ഞാനൊരു ദർശനം കാണുവാണ്. അപ്പൊ ഞാൻ ജോലി ചെയ്യുന്നില്ല, ജോലി എന്നൊക്കെ വിട്ടു നിൽക്കുകയാണ്. ഞാനൊരു ദർശനം കാണുകയാണ്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഇട്ടിരുന്ന യൂണിഫോമോട് കൂടിയാണ് ഞാൻ ചെല്ലുന്നത്. ഞാൻ ചെന്ന് അവിടുന്ന് ഒരു പേഷ്യന്റിനെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വിടുവാണ്. വിട്ട് കഴിഞ്ഞ് ആ പേഷ്യന്റിനെ ഞാൻ റിസീവ് ചെയ്യുന്നു. അവരുടെ സാധനങ്ങളെല്ലാം ഞാൻ മേടിച്ചു വെക്കുന്നു. എന്നോട് കൂടെയുള്ള എൻ്റെ ഒരു പോളണ്ടുകാരിയുണ്ട്. ആ പോളണ്ടുകാരിയുടെ അടുത്ത് ഞാൻ ചെന്നിട്ട് ഈ പേഷ്യന്റിന്റെ എല്ലാ റിപ്പോർട്ട് പറയുകയാണ്. ഇതൊക്കെ ഞാൻ ദർശനം കാണുവാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാനപ്പം ജോലിക്ക് പോകുമോ, നമുക്കറിയത്തില്ലല്ലോ. അപ്പൊ എന്നോട് ഈ ഡോക്ടർ പറഞ്ഞു, നിനക്ക് ഇനി ഒരു നാളിലും ജോലിക്ക് പോകാൻ ഒക്കത്തില്ല, അതുകൊണ്ട് നീ റിസൈൻ കൊടുത്തേരാ, നീ ജോലി ചെയ്യുന്ന സ്ഥലത്ത് റിസൈൻ കൊടുത്തേരാ, നിനക്ക് ഒരിക്കലും ജോലിക്ക് പോകാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ജോലിക്ക് റിസൈൻ കൊടുത്തില്ല, ഞാൻ മെഡിക്കൽ ലീവ് കൊടുത്തുകൊണ്ടിരുന്നു. എന്നാൽ ഈ ദർശനം കണ്ടപ്പോ എനിക്ക് ധൈര്യമായി, ഇല്ല, ദൈവം എന്നെ ഇനിയും ജോലിക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും. സ്തോത്രം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ എൻ്റെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഒരുവിധം ഹെൽത്ത് ആയപ്പോഴത്തേനും ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഞാൻ അവിടെ കടന്നു ചെന്നപ്പോൾ അവരുടെ യൂണിഫോം എല്ലാം മാറി. യൂണിഫോം മാറി, അവിടുത്തെ ആൾക്കാർ മാറി, എല്ലാരും മാറി. അപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ,
ദൈവം ഇതല്ലല്ലോ എന്നെ കാണിച്ചു തന്നത്, ഞാൻ ഇട്ടിരുന്ന യൂണിഫോമിൽ തന്നെ ഞാൻ ജോയിൻ ചെയ്യുമെന്നല്ലേ കർത്താവ് എന്നെ കാണിച്ചു തന്നത്. അപ്പൊ അതെങ്ങനെ ശരിയാവും? അപ്പൊ ഞാൻ കണ്ടത് ശരിയല്ലയോ എന്നിങ്ങനെ ഞാൻ ദൈവത്തോട് ചോദിച്ചു. പക്ഷേ ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നിന്ന് ഇങ്ങനെ ദൈവത്തോട് ചോദിക്കുകയാണ്, കർത്താവ് ഇതല്ലല്ലോ പറഞ്ഞത്, ഈ യൂണിഫോം എൻ്റെ അടുത്തില്ലല്ലോ. ഉടനെ അവിടുന്ന് എന്നോട് ജോയിൻ ചെയ്യാൻ പറഞ്ഞ ഡെപ്യൂട്ടി പറയാണ്, അമ്മിണിക്ക് ഇപ്പൊ യൂണിഫോം ഇല്ലല്ലോ, അതുകൊണ്ട് അമ്മിണി ഇട്ടിരുന്ന യൂണിഫോമിൽ തന്നെ ജോയിൻ ചെയ്താൽ മതിയല്ലോ. സ്തോത്രം. ഞാൻ എന്റെ ദൈവത്തെ അന്ന് സ്തുതിച്ചു. എന്റെ കർത്താവ് പറയുന്നതിൽ അപ്പുറത്തായിട്ട് ഒരു കാര്യവും സംഭവിക്കത്തില്ല. അവൻ ഉവ്വെന്ന് പറഞ്ഞാൽ ഉവ്വെന്ന് തന്നെയാണ്. സ്തോത്രം. അങ്ങനെ ദൈവം വളരെ അതിശയകരമായിട്ട് അത്ഭുതകരമായിട്ട് ദൈവം എന്നെ നടത്തി. സ്തോത്രം. ഞാനൊരു ദിവസം ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ കർത്താവ് എനിക്കൊരു പാട്ട് തരികയാണ്. കൺമണി പോലെ എന്നെ സൂക്ഷിച്ചു, ഉള്ളം കരത്തിൽ എന്നെ വഹിച്ചു. ആമേൻ. സ്തോത്രം. എത്രയോ അതിശയകരമായിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പം ഈ പാട്ടുമായിട്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. അനേകരുടെ മുൻപാകെ കർത്താവിനെ ഒരു സാക്ഷിയായി നിർത്തി. ഈ ലോകത്തിൽ കൂടി കടന്നു പോകുന്ന അനേകരെ ആശ്വസിപ്പിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. സ്തോത്രം. എന്റെ കർത്താവ് നടത്തിയ വിധങ്ങള് എത്ര വർണ്ണിച്ചാലും മതിയാകുകയില്ല. ഓരോ ദിവസവും ദൈവം എത്രയോ അതിശയകരമായിട്ട് അത്ഭുതകരമായിട്ടാണ് ദൈവം എന്നെ നടത്തുന്നത്. കർത്താവ്, ആ ദൈവം ഇന്നും ജീവിക്കുന്നു. സ്തോത്രം. ഞാൻ എന്റെ കുഞ്ഞിന്, സ്തോത്രം, ഞാൻ പറഞ്ഞല്ലോ അവള് റുമേനിയയിലാണ് പഠിച്ചത്. അവസാനത്തെ ഫീസ് വരെ കൊടുത്തു കഴിഞ്ഞാണ് എന്റെ കർത്താവ് എന്നെ രോഗക്കിടക്കയിലാക്കിയത്. അതുവരെയും കൊടുക്കാൻ എന്റെ ദൈവം എന്നെ സഹായിച്ചു. എത്രയോ അത്ഭുതകരമായി കാക്കയെ കൊണ്ട് പോഷിപ്പിക്കുന്ന ദൈവം നമ്മുടെ ആവശ്യങ്ങളെ അത്ഭുതകരമായി നടത്തുന്നു. സ്തോത്രം. ഇന്നും ഞങ്ങളെ ദൈവം അയക്കുന്നിടത്തൊക്കെ ഞങ്ങൾ സാക്ഷികളായി കർത്താവിന് വേണ്ടി നിൽക്കുന്നു. അതുപോലെ എന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ തന്നെയും കൊറോണ വന്ന് വെന്റിലേറ്ററെ കയറും ഇങ്ങനെ പറഞ്ഞോണ്ട് തീർന്നു പോയെന്ന് പറഞ്ഞിരുന്ന സമയത്ത്, സ്തോത്രം, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോ ഇതുപോലെ തന്നെ ഒരു ആഫ്രിക്കക്കാരി ദൈവം അയച്ചിട്ട് ഒരാള് വന്ന് പ്രാർത്ഥിച്ച് സുഖപ്പെടുത്തുകയായിരുന്നു. കർത്താവ് തന്റെ ഭക്തന്മാരെ എവിടെയും സൂക്ഷിക്കുന്നു. ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. സ്തോത്രം. ആ ദൈവത്തെ ആമേൻ പൂർണ്ണ ഹൃദയത്തോടെ ദൈവം എവിടെയൊക്കെ അയക്കുന്നു, എവിടെയൊക്കെ ഞങ്ങളെ വിടുന്നു, അവിടെയൊക്കെ കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഒരു സാക്ഷിയായി നിൽക്കുവാൻ കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് കുടുംബമായി. സ്തോത്രം. എന്റെ കുഞ്ഞിനെ ഞാൻ പറഞ്ഞില്ല, എന്റെ മോളെ ദൈവത്തിൽ നിന്ന് ഞങ്ങൾ ചോദിച്ച് മേടിച്ചതാണ്, അവളെയും കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചതാണ്. സ്തോത്രം. ഞങ്ങളാൽ കഴിയാത്തത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലൂടെ ചെയ്തെടുത്ത് കർത്താവിന്റെ വരവിന് വേണ്ടി അനേകരെ ഒരുക്കിയെടുക്കാൻ ദൈവം സഹായിക്കട്ടെ എന്നാണ് ഓരോ ദിവസവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഈ നല്ല ദൈവത്തെ രുചിച്ചറിയാൻ പറ്റിയില്ലിരുന്നെങ്കിൽ എന്തോ ഒരു നഷ്ടമായി പോയിരുന്നേനെ. പിന്നെ നമ്മുടെ ജീവിതത്തെ കൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇന്നും ഞങ്ങൾ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ ഭവനത്തിൽ നിന്ന് മറ്റാരും വിശ്വാസത്തിൽ വന്നിട്ടില്ല. എല്ലാവരും കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെയാണ് ഇന്ന് നിൽക്കുന്നത്. അത് വളരെ വേദനയായി നിൽക്കുന്നു. കർത്താവ് ഇത്രത്തോളം നടത്തി, ദൈവം നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഓക്കെ സിസ്റ്ററെ, കർത്താവ് സഹായിച്ചല്ലോ. ഇത്രത്തോളം കഷ്ടങ്ങളിലൂടെയും പ്രയാസങ്ങളും രോഗത്തിന് നടുവിലൂടെയൊക്കെ കർത്താവ് കടത്തിവിട്ടു. കർത്താവ് ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർക്കുവാൻ കർത്താവ് പല വിധമാകുന്ന കാര്യങ്ങളിലൂടെ നമ്മെ നടത്തും. അത് നമുക്ക് ദോഷത്തിനോ തിന്മയ്ക്കോ ഒന്നുമല്ല, എല്ലാം നന്മയ്ക്കായിട്ടാണ്. എല്ലാം സകലവും നന്മയ്ക്കായി കൂടി ആവരിക്കും. ദൈവത്തിൻ്റെ വചനം പറയുന്ന പോലെ നാം കടന്നു പോകുന്ന കഷ്ടങ്ങളൊക്കെ നന്മയ്ക്കായിട്ടാണെന്ന് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിൽ നിന്ന് സിസ്റ്റർ മനസ്സിലാക്കാൻ കഴിയുന്നു. കർത്താവ് എത്രയോ വലിയവനായ ദൈവമാണ്. ആ കർത്താവിൻ്റെ സ്നേഹത്തെ ഓരോ ദിവസവും അറിഞ്ഞുകൊണ്ട് പിന്നെയും കുടുംബമായി കർത്താവിന് വേണ്ടി നിൽക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞങ്ങളോടൊപ്പം ആയിരുന്നതിലും ഒത്തിരിയധികം സന്തോഷമുണ്ട്. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന കർത്താവേ. അങ്ങയുടെ സന്നിധാനത്തിൽ അടിയങ്ങൾക്കായിരിക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. അടിയനെ നടത്തിയ വിധങ്ങൾ കർത്താവേ, ദൈവസന്നിധാനത്തിൽ അനേകർക്ക് ഇതൊരു അനുഗ്രഹമായി ആമേൻ വിശ്വാസത്തിന് കർത്താവെ മുഖാന്തരമാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കുമായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. വരും ദിവസങ്ങളിൽ ഇത് കേൾക്കുന്നവർക്കും ഒരു വിടുതലും ആത്മീക വർധനവിനും കാരണമാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളെ
അനുഗ്രഹിച്ച കർത്താവെ, നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ഞങ്ങൾ ഓരോരുത്തരുമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. ഈ ഭൂമിയിൽ അവിടുന്ന് ഞങ്ങൾക്ക് തന്നിട്ടുള്ള ആയുഷ്കാലം എത്രയെന്ന് ഞങ്ങൾ അറിയുന്നില്ല. എന്നാൽ എന്റെ കർത്താവെ, അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്, അങ്ങ് ഞങ്ങൾക്ക് എന്തിനു വേണ്ടി ഈ ഭൂമിയിൽ ജീവനും പ്രാണനും ആയുസ്സും തന്നുവോ അത് കർത്താവിന് പ്രയോജനപ്പെടുന്ന വിധത്തിലായി തീരേണ്ടതിന് കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവെ, സ്തോത്രം. ഓരോരുത്തരെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങൾ പേരുപേരായി ഏൽപ്പിക്കുകയാണ്. വിശേഷാല് കർത്താവെ, ഈ ചാനൽ നടത്തുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇത് അനുദിനം വർദ്ധിച്ചു വന്ന അനേകർക്ക് ഒരാത്മിക വർധനവിന്, അനേകർ കർത്താവിനെ കണ്ടുമുട്ടുന്നതിന്, സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരേണ്ടതിന് പിന്നെയും കർത്താവ് ഒരു മുഖാന്തരമാക്കി നിർത്തണമേ എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കൂടുതലായി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിവിധ വിഷയങ്ങൾ കർത്താവിന്റെ പാദപീഠത്തെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കടന്നു വന്ന് കാണുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. വരും ദിനങ്ങളില് കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടുവാനും ദൈവത്തിന് വേണ്ടി നിൽപ്പാനും ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കണം. വരവിനായിട്ട് ഒരുക്കണമേ അപ്പ. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. സകല മഹത്വവും അങ്ങേക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.